എവ്രിവൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഫ്യൂവൽസ് എന്താണ്, ലൂബ്രിക്കൻസ്, അതുപോലെ തന്നെ നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫ്യൂവൽസിൽ പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കലോറിഫിക് വാല്യൂ, അതുപോലെ തന്നെ HCV LCV, അത് കലോറിഫിക് വാല്യൂവിൽ വരുന്നതാണ് HCVയും LCVയും. അതുപോലെ തന്നെ നമുക്ക് കലോറിഫിക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബോംബ് കലോറിമീറ്റർ, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അതിൽ കോളിന്റെ അനാലിസിസ്, അതിൽ പെട്ട ഒരു വൺ മെത്തേഡാണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒക്ടേൻ നമ്പറും സീറ്റേൻ നമ്പറും, അതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത് ബയോഫ്യൂവൽസും ബയോഡീസലും അതുപോലെ ഗ്രീൻ ഹൈഡ്രജനും. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലൂബ്രിക്കൻസ് ആണ്. ലൂബ്രിക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ലൂബ്രിക്കൻസിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന വിസ്കോസിറ്റി ഇൻഡെക്സ് എന്താണ്, ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ക്ലൗഡ് പോയിന്റ് പോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു സിമെന്റ് ആണ്. സിമെന്റിന്റെ മാനുഫാക്ചറും അതുപോലെ തന്നെ തിയറി ഓഫ് സെറ്റിംഗ് ആൻഡ് ഹാർഡനിങ്ങും. ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. തേർഡ് പാർട്ട് വരുമ്പോൾ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് നാനോ മെറ്റീരിയൽസും പോളിമേഴ്സും ആണ്. അപ്പൊ നാനോ മെറ്റീരിയൽസിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാനുണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ഡയമെൻഷനും അതുപോലെ തന്നെ മെറ്റീരിയൽസും. പിന്നെ നമ്മൾ എന്താണ് നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസും നമ്മൾക്ക് പഠിക്കാനുള്ളത് രണ്ട് മെത്തേഡാണ്, സോൾ ജെൽ മെത്തേഡും അതുപോലെ തന്നെ കെമിക്കൽ റിഡക്ഷനും. പിന്നെ ആപ്ലിക്കേഷൻസ്, നാനോ മെറ്റീരിയൽസിന്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സൂപ്പർ കപ്പാസിറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന്. ഇതിൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് നാനോ മെറ്റീരിയൽസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് കാർബൺ നാനോ ട്യൂബും, പിന്നെ ഫുൾ റീൻസും ഗ്രാഫീൻസും. അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ രണ്ട് പോളിമേഴ്സ് ആണുള്ളത്. ഒന്ന് ABSും അതുപോലെ തന്നെ കെവ്ലറും. ഇതിന്റെ സിന്തസിസ്, പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ആണ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് കണ്ടക്ടിങ് പോളിമേഴ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻസും പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ഒക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിന്. അതായത് നമ്മൾ പറഞ്ഞതിൽ നമ്മൾ കോളിന്റെ അനാലിസിസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയോഡീസൽ, ബയോഫ്യൂവല്, സീറ്റൈൻ നമ്പർ, ഒക്ടേൻ നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ പെട്രോള്, ഡീസൽ, ബയോഡീസൽ പോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മൾ എന്താണ് ഡീസലിന്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ പെട്രോളിന്റെ ക്വാളിറ്റി, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ സീറ്റൈൻ നമ്പറും ഒക്ടേൻ നമ്പറും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പഠിക്കുന്നത്. പിന്നെ വരുന്നത് ലൂബ്രിക്കൻസ്. എന്താണ് ലൂബ്രിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിക്ഷനെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൂബ്രിക്കൻസ്. അപ്പൊ നമുക്ക് അറിയാം ഇത് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് ഇൻഡസ്ട്രീസിലൊക്കെ വരുന്നത്, നമ്മുടെ മെഷീൻസിനൊക്കെ കൊറോഷനും വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ലൂബ്രിക്കൻസ് ഉപയോഗിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ നമുക്കറിയാം സിമെന്റ് നമുക്കറിയാം കോൺക്രീറ്റ്, ഇപ്പോൾ മാനുഫാക്ചറിങ് ബിൽഡിങ്സിലൊക്കെ നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പോളിമേഴ്സ്, നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സംഭവമാണെങ്കിൽ കൂടി അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ മോഡേൺ ടെക്നോളജിയിലൊക്കെ ഒരുപാടായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് നാനോ മെറ്റീരിയൽസ്. അപ്പൊ അതിൽ പെട്ടതാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബും ഗ്രാഫീനും അതുപോലെ തന്നെ ഫുൾ റീൻസും. ഇതൊക്കെ നമ്മുടെ പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സൂപ്പർ കപ്പാസിറ്റേഴ്സിൽ, സെൻസേഴ്സിൽ, ഇലക്ട്രോണിക് ഡിവൈസസിൽ, അതുപോലെ തന്നെ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസിലൊക്കെ നമ്മൾ നമ്മുടെ നാനോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർബൺ നാനോ ട്യൂബും ഫുള്ളറീനും ഗ്രാഫീൻസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോളിമേഴ്സിനൊക്കെ നമ്മൾ ബാറ്ററീസിലൊക്കെ LED ബൾബ് ബാറ്ററീസിൽ, അതുപോലെ തന്നെ കൊറോഷൻ പ്രൊട്ടക്ഷൻസിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്റർക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഫ്യൂവൽസ് എന്താണെന്നാണ്. വാട്ട് ഈസ് ഫ്യൂവൽ? നമുക്കറിയുന്ന കാര്യമാണ് എന്താണ് ഫ്യൂവൽ എന്നുള്ളത്, അല്ലെ? ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സംഭവത്തിന് ബേൺ ചെയ്യും, അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫ്യൂവൽസ്, അല്ലെ? നമ്മളൊരു സംഭവത്തിന് ഹീറ്റിന്റെ പ്രസൻസിൽ, അല്ലെ, ഹീറ്റ് ആക്കി അതിനെ കമ്പസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്നതാണ് ഫ്യൂവൽ. കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് ആണ്, നമുക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് ആണ് ഫ്യൂവൽസ്. ഓക്കെ, ഫ്യൂവൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്
എനി കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് വിച്ച് ഡ്യൂറിങ് കമ്പഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക്കലി യൂസ്ഫുൾ ഹീറ്റ്. അതായത് എന്താ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കമ്പസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത് ഫ്യൂവൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഫ്യൂവൽസിന് എന്തുണ്ട്, രണ്ട് രീതിയിൽ ഉണ്ട്. ഓക്കെ, ഫ്യൂവൽസ് എന്തുണ്ട്, രണ്ട് രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? നാച്ചുറൽ ഫ്യൂവൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ഉണ്ട്. ഫ്യൂവൽസ് എന്തൊക്കെയുണ്ട്? നാച്ചുറൽ ഫ്യൂവൽസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്യൂവൽസും ഉണ്ട്. ഓക്കെ, നാച്ചുറൽ ഫ്യൂവൽസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ഉണ്ട്. നാച്ചുറൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ് നമുക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് എന്ത്, ക്രൂഡ് ഓയിൽ അല്ലെ, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കോള്, കൽക്കരി, ഇതൊക്കെ എന്താണ് ഒരു നാച്ചുറൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ആകുമ്പോഴോ കോക്ക്, കെറോസിൻ. കെറോസിൻ ഒക്കെ എന്താണ് നമ്മൾ ക്രൂഡ് ഓയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ത് നമ്മുടെ കെറോസിൻ ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ഫ്യൂവൽ ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ ആണ് എന്ത് കെറോസിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൾ ഗ്യാസ്, ഇതൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ ആണ്. ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ എന്താണ് സെക്കൻഡറി ഫ്യൂവൽ ആണ് എന്ത് നമ്മുടെ കെറോസിൻ, കോക്ക്, ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്യൂവൽസിന് എന്തുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഫ്യൂവൽ ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്യൂവലും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ, ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അതിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ട് നമ്മൾ മൂന്നാക്കിയിട്ട് എന്തുണ്ട് നമ്മുടെ ഫ്യൂവൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സബ്സ്റ്റൻസിന് ബേൺ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ് എന്ത് ഫ്യൂവൽസ്. അതുപോലെ തന്നെ ഫ്യൂവൽസ് എന്തുണ്ട്, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഫ്യൂവൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ഉണ്ട്. നാച്ചുറൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കോള്, ഇതൊക്കെ എന്താണ് നാച്ചുറൽ ഫ്യൂവൽസ് ആണ്. ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കോക്ക്, കെറോസിൻ, കോൾ ഗ്യാസ്, ഇതൊക്കെ എന്താണ് സെക്കൻഡറി ഫ്യൂവൽസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ, ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ എന്തുണ്ട്, നമ്മൾ ഫ്യൂവൽസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് സോളിഡ് ഫ്യൂവൽസ്. സോളിഡ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ഒരു സംഭവത്തിന് കമ്പസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോളിഡ് രീതിയിലാണ് അതിന്റെ ഫ്യൂവൽ എന്നുണ്ടെങ്കിൽ അതെന്താണ് സോളിഡ് ഫ്യൂവൽസ്. ഇപ്പൊ നമ്മൾ ലിക്വിഡ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ഫ്യൂവൽ ആയിരിക്കും. ഗാഷ്യസ് ഫോമിലാണ് അല്ലെങ്കിൽ വേപ്പർ ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഗാഷ്യസ് ഫ്യൂവൽ ആയിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. സോളിഡ് ഫ്യൂവൽസും ലിക്വിഡ് ഫ്യൂവൽസും ഗാഷ്യസ് ഫ്യൂവൽസും തമ്മിലുള്ള കമ്പാരിസൺ. അത് വരുമ്പോൾ നമ്മുടെ സോളിഡ് ഫ്യൂവൽസ് എന്താണ് ഈസിലി അവൈലബിളും ആയിരിക്കും, അതുപോലെ തന്നെ ചീപ്പ് ആയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ സോളിഡ് ഫ്യൂവൽസ്. അപ്പൊ ലിക്വിഡ് ഫ്യൂവൽസ് എത്തുമ്പോഴോ ലിക്വിഡ് ഫ്യൂവൽസ് എന്താണ് കോസ്റ്റ്ലി ആണ്. ഓക്കെ, നമ്മുടെ സോളിഡ് ഫ്യൂവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഫ്യൂവൽസ് എന്താണ് കോസ്റ്റ്ലി ആണ്. അതുപോലെ ഗ്യാഷ്യസ് ഫ്യൂവൽസ് എടുക്കുമ്പോൾ എന്താണ് നാച്ചുറൽ ഗ്യാസ് അല്ലാതെ ബാക്കിയെല്ലാം എന്താണ് നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽസിനെക്കാട്ടിലും സോളിഡ് ഫ്യൂവൽസിനെക്കാട്ടിലും ഒക്കെ എന്താണ് ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് എന്ത് ഗ്യാഷ്യസ് ഫ്യൂവൽസ്. അതുപോലെ തന്നെ നമുക്ക് സോളിഡ് ഫ്യൂവൽസിന്റെ ലിക്വിഡ് ഫ്യൂവൽസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് നോക്കുന്ന സമയത്ത് എന്താണ് സോളിഡ് ഫ്യൂവൽസ് ഈസി ടു ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ഈസി ടു ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ലിക്വിഡ് ഫ്യൂവൽസും ഈസി ടു ട്രാൻസ്പോർട്ട് ആണ്. ബട്ട് എന്താണ് ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, നല്ല എന്ത് ചെയ്യും ക്ലോസ്ഡ് സിലിണ്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സ്റ്റോർഡ് ഇൻ ക്ലോസ് സിലിണ്ടേഴ്സ്. പക്ഷെ നമുക്ക് നമ്മുടെ സോളിഡ് ഫ്യൂവൽസിനെ സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എന്താണ് കുറച്ചുകൂടെ ഈസിയാണ്. ഗ്യാഷ്യസ് ഫ്യൂവൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലീക്ക് ഫ്രീ ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് എന്ത് ചെയ്യണം വോളിമെട്രിക് ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ലീക്ക് ഫ്രീ ആയിട്ടുള്ള ടാങ്കിലായിരിക്കണം നമ്മൾ ആരെ നമ്മുടെ ഗ്യാഷ്യസ് ഫ്യൂവൽസിനെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, സോളിഡ് ഫ്യൂവൽസിന്റെ കമ്പഷൻ എന്താണ് ലോ പ്രോസസ് ആണ്, ഒരു സ്ലോ ആയിട്ട് നടക്കുന്ന കമ്പഷൻ ആണ് ആർക്ക് സോളിഡ്സിനുള്ളത്. പക്ഷെ ലിക്വിഡ്സ് ആവുമ്പോഴോ ക്വിക്ക് കമ്പഷൻ ആണ്, പെട്ടെന്ന് തന്നെ എന്തായിരിക്കും അവർക്ക് കമ്പഷൻ സംഭവിക്കും, പെട്ടെന്ന് തന്നെ അവര് ഹീറ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ ഗ്യാസ് എടുക്കുന്ന സമയത്തോ അത് ലിക്വിഡിനെക്കാട്ടിലും പെട്ടെന്ന് റാപ്പിഡ് എന്ത് കമ്പഷൻ ആണ് ആർക്ക് ഗ്യാഷ്യസ് ഫ്യൂവൽസിന് നടക്കുന്നത്. ഓക്കെ, സോളിഡ് ആകുമ്പോൾ എന്താണ് സ്ലോ ആയിട്ടുള്ള കമ്പഷൻ ആണ് സോളിഡിന്, ലിക്വിഡിനോ കുറച്ചുകൂടെ ക്വിക്ക് ആയിട്ടുള്ള കമ്പഷൻ ആണ് വരുന്നത്. ഗ്യാസ് ആണ് ഏറ്റവും സ്പീഡായിട്ട് എന്ത് നടക്കുന്നത് കമ്പഷൻ നടക്കുന്നത് ഗ്യാഷ്യസ് ഫ്യൂവൽസിനാണ്. ഓക്കെ,
അതുപോലെ തന്നെ നമ്മൾ എന്തില്ല ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ എന്തില്ല സോളിഡ് ഫ്യൂൽസിനെ നമ്മൾ യൂസ് ചെയ്യൂല. പക്ഷെ നമ്മൾ ലിക്വിഡ് ഫ്യൂൽസിനും അതുപോലെ തന്നെ ഗ്യാഷ്യസ് ഫ്യൂൽസിനും നമ്മൾ ഇവിടെ യൂസ് ചെയ്യും ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ലിക്വിഡ് ഫ്യൂൽസിനും ഗ്യാഷ്യസ് ഫ്യൂൽസിനും നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ യൂസ് ചെയ്യും. പക്ഷെ നമ്മുടെ സോളിഡ് ഫ്യൂൽസിന് നമ്മൾ എന്തില്ല ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ യൂസ് ചെയ്യൂല. ഓക്കെ, കനോട്ട് ബി യൂസ്ഡ് ഇൻ ഇന്റേണൽ കമ്പഷൻ, യൂസ്ഡ് ഇൻ ഇന്റേണൽ കമ്പഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിനൊക്കെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് എന്തൊക്കെയാ വരുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ സോളിഡ് ഫ്യൂൽസിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട് ആഷും സ്മോക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഫ്യൂൽസ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തുണ്ട് ആഷും സ്മോക്ക് ഒക്കെ വരും. പക്ഷേ നമ്മുടെ എന്താ ലിക്വിഡ് ഫ്യൂൽസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്തില്ല ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നോ ആഷസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ബട്ട് ഹൈ കാർബൺ ആൻഡ് അരോമാറ്റിക് ഫ്യൂവൽസ് പ്രൊഡ്യൂസ് സ്മോക്ക്. അതായത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറൽ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവർ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ എന്തില്ല ആഷസ് പ്രൊഡ്യൂസ് ചെയ്യൂല. അതുപോലെ നമ്മൾ ഗ്യാഷ്യസ് ഫ്യൂൽസ് എടുക്കുന്ന സമയത്ത് അവർ ആഷും പ്രൊഡ്യൂസ് ചെയ്യൂല, അതുപോലെ തന്നെ സ്മോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഹസാർഡ് അതിന്റെ റിസ്ക് നോക്കുന്ന സമയത്ത് റിസ്ക് ഓഫ് ഹസാർഡ് ഈസ് ലോ ആണ്. ആർക്ക് ലീസ്റ്റ് റിസ്ക് ആണ് ആർക്ക് സോളിഡ് ഫ്യൂൽസിനുള്ളത്. ലിക്വിഡും ഗ്യാസും എന്താണ് വെരി ഹൈ റിസ്ക് ഉള്ള ഹസാർഡസ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ലിക്വിഡ് ഫ്യൂൽസും ഗ്യാഷ്യസ് ഫ്യൂൽസും. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ. സോളിഡ് ഫ്യൂൽസ്, ലിക്വിഡ് ഫ്യൂൽസ്, ഗ്യാഷ്യസ് ഫ്യൂൽസ്. എന്താണ് സോളിഡ് ഫ്യൂൽസ് എന്താണ് ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പ് ആണ്. ലിക്വിഡ് ഫ്യൂൽസോ മോർ കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഗ്യാഷ്യസ് ഫ്യൂൽസ് എടുക്കുന്ന സമയത്തോ നാച്ചുറൽ ഗ്യാസ് ഇല്ലാത്ത ബാക്കി എല്ലാം എന്താണ് ഹൈ കോസ്റ്റ്ലി ഫ്യൂൽസ് ആണ്. പിന്നെ നമ്മൾ ഇവരുടെ ട്രാൻസ്പോർട്ട് നോക്കുന്ന സമയത്തോ ഈസി ടു ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ ആണ് ആര് നമ്മുടെ സോളിഡ് ഫ്യൂൽസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്. പക്ഷെ ലിക്വിഡ് ഫ്യൂൽസ് എടുക്കുന്ന സമയത്തോ ലിക്വിഡ് ഫ്യൂൽസിന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസി ആണെങ്കിൽ കൂടി പക്ഷെ അവരെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് അവരെ സ്റ്റോർ ചെയ്യണം. ഗ്യാഷ്യസ് ഫ്യൂൽസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അവർക്ക് ലീക്ക് ഫ്രീ ആയിട്ടുള്ള ടാങ്ക്സ് ഒക്കെ വേണം സ്റ്റോർ ചെയ്യണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇന്റേണൽ കമ്പഷൻ. ഇന്റേണൽ കമ്പഷൻ എന്താണ് നമ്മുടെ സോളിഡ് ഫ്യൂൽസിൽ ഇന്റേണൽ കമ്പഷൻ നടക്കൂല. പക്ഷേ നമ്മൾ നമ്മുടെ ലിക്വിഡ് ഫ്യൂൽസിനും ഗ്യാഷ്യസ് ഫ്യൂൽസിനും ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഷും സ്മോക്കും നമ്മുടെ സോളിഡ് ഫ്യൂൽസ് പ്രൊഡ്യൂസ് ചെയ്യെങ്കിലും ആഷ് നമ്മുടെ ലിക്വിഡ് ഫ്യൂൽസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷെ അവർ ഹൈ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നമ്മുടെ ഗ്യാഷ്യസ് ഫ്യൂൽസ് എടുക്കുന്ന സമയത്ത് അവർ ആഷും പ്രൊഡ്യൂസ് ചെയ്യൂല, സ്മോക്കും പ്രൊഡ്യൂസ് ചെയ്യൂല. അതുപോലെ തന്നെ ഹസാർഡ് എടുക്കുന്ന സമയത്ത് ഗ്യാഷ്യസ് ഫ്യൂൽസും ലിക്വിഡ് ഫ്യൂൽസും ഹൈ റിസ്ക് ഉള്ള ഫ്യൂൽസ് ആണ്. പക്ഷെ സോളിഡ് ഫ്യൂൽസ് ഹൈ റിസ്ക് ഓഫ് ഹസാർഡ് ലീസ്റ്റ് ആണ്. ഇത്രയാണ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് കലോറിഫിക് വാല്യൂ. ഇമ്പോർട്ടന്റ് ആണ് കലോറിഫിക് വാല്യൂ. എന്താണ് കലോറിഫിക് വാല്യൂ? കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹീറ്റിന്റെ എമൗണ്ട് ആണ്. എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ എമൗണ്ട് ആണ്. എപ്പോഴാണ് ഒരു യൂണിറ്റ് മാസ് യൂണിറ്റ് വോളിയം സബ്സ്റ്റൻസ് കമ്പഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ കമ്പഷൻ നടക്കുമ്പോൾ ആ ഒരു ഫ്യൂവലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്തെന്ന് പറയാം? കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് when combustion of unit mass and unit volume of the fuel in the presence of oxygen. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഫ്യൂവലിനെ കമ്പഷൻ നടക്കുന്ന സമയത്ത് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്തെന്ന് പറയാം? കലോറിഫിക് വാല്യൂ. ഓക്കെ, ഈ കലോറിഫിക് വാല്യൂല് രണ്ടെണ്ണുണ്ട്. HCV ഹൈ കലോറിഫിക് വാല്യൂ, അതുപോലെ തന്നെ LCV ലോവർ കലോറിഫിക് വാല്യൂ. ഹയർ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്ന് പറയും. അതുപോലെ തന്നെ LCV വന്നിട്ടുണ്ടെങ്കിൽ ലോ ഓർ നെറ്റ് കലോറിഫിക് വാല്യൂ. ഇനി രണ്ട് രീതിയിലുള്ള കലോറിഫിക് വാല്യൂ ഉണ്ട്. ഹൈ കലോറിഫിക് വാല്യൂ ഓർ ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ്. നമ്മളൊരു ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ദ പ്രോഡക്റ്റ് കമ്പഷൻ ആർ കൂൾഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് ഉണ്ടല്ലോ അത് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ഹയർ കലോറിഫിക് വാല്യൂ. ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന പോകുന്ന ഹീറ്റിന്റെ എമൗണ്ട് കൂടി കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ LCV എടുക്കുന്ന സമയത്തോ നമ്മൾ ആ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. വി ആർ നോട്ട് ടേക്കിംഗ്
ആ കമ്പസ് ചെയ്യുന്ന എമൗണ്ട് എടുക്കുന്നില്ല. കാരണം നമ്മൾ എന്താണ് അലൗഡ് ടു എസ്കേപ്പ്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അലൗഡ് ടു എസ്കേപ്പ് ചെയ്യണം. അതിന് എന്ത് ചെയ്യുന്നില്ല, അവിടെ കംപ്രസ് ചെയ്ത് അവരെ എന്താണ് സ്റ്റോർ ചെയ്യുന്നില്ല. അതെന്താണ്, ആ ഹീറ്റ് എസ്കേപ്പ് ചെയ്ത് പോകണം. അപ്പൊ ആ ഹീറ്റ് എടുക്കാതെ എന്താണ് ടോട്ടൽ എമൗണ്ട് ഓഫ് എന്ത് ഫ്യൂവലിന് കമ്പസ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് മാത്രമാണ് എന്ത് ലോ കലോറിഫിക് വാല്യൂ. ഹൈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് liberated when unit mass or unit volume of the fuel has been burned completely. എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോഴുള്ള ഹീറ്റിന്റെ എമൗണ്ട് ആണ്. അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആർ കൂൾഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ, അതിന്റെ എമൗണ്ടും കൂടി നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എടുക്കുമ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ LCV എടുക്കുന്ന സമയത്ത് എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യാതെ എന്താണ് ലിബറേറ്റ്, ഒരു ഫ്യൂവൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന അതിന്റെ ഹീറ്റിന്റെ എമൗണ്ട് മാത്രമാണ് എന്തിലെടുക്കുന്നത്, നമ്മുടെ LCVയിൽ എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് വെൻ യൂണിറ്റ് മാസ് ഓർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഫ്യൂവൽ ഹാസ് ബീൻ ബേൺഡ് കംപ്ലീറ്റ്ലി. അതെന്താണ് കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുന്ന ആ ഒരു എമൗണ്ടും അതുപോലെ തന്നെ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആർ കൂൾഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് ആ പ്രൊഡക്റ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കംപ്രസ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ ഹോൾ ടോട്ടൽ, അതായത് ആ ഫ്യൂവലിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള ഹോൾ ടോട്ടൽ എന്ത് ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് എന്ത് HCV അല്ലെങ്കിൽ ഹയർ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. LCV എടുക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ്, അല്ലെ, ഹീറ്റിന്റെ എമൗണ്ട് തന്നെയാണ് when unit mass or unit volume of the fuel has been burned completely. എന്താണ് ഇറ്റ് ഹാസ് ബീൻ, ഇതും തന്നെയാണ്, ഒരു ഫ്യൂവലിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിന്റെ ഹീറ്റിന്റെ എമൗണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്തില്ല, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആർ അലൗഡ് ടു എസ്കേപ്പ്. നമ്മൾ ആ പ്രൊഡക്ഷൻ എന്തില്ല, പ്രോഡക്ട്സിനെ നമ്മൾ എന്തില്ല എടുക്കുന്നില്ല, അതിനെ നമ്മൾ എസ്കേപ്പ് ചെയ്ത് വിടുകയാണ്. അതിനെ നമ്മൾ എന്താണ് ഹീറ്റിന്റെ എമൗണ്ട് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് എന്ത് LCV അല്ലെങ്കിൽ നെറ്റ് കലോറിഫിക് വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി ഇവ തമ്മിൽ നമ്മുടെ HCV LCV തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്, LCV ഉണ്ടല്ലോ, നമ്മുടെ ലോ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, HCVന്ന് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഫോംഡ് മൈനസ് ചെയ്താൽ മതി. അതായത് നമ്മൾ പറഞ്ഞു HCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹയർ കലോറിഫിക് ഹോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്, അല്ലെ, അങ്ങോട്ട് ലിബറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റും കൂടി റൂം ടെമ്പറേച്ചർ കൂൾ ചെയ്ത് അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ആണ് എന്ത് HCV. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ആ വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, LCV കിട്ടും. LCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്യുന്ന സമയത്തുള്ള കംപ്ലീറ്റ് ഹീറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റിനെ നമ്മൾ കൂൾ ചെയ്ത ആ വേപ്പർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും HCV ആ വേപ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, LCV കിട്ടും. നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.09 H into 587 കലോറിമീറ്റർ പെർ ഗ്രാം ആണ്. ഇവിടെ നമ്മൾ H എന്ന് പറയുന്നത് എന്താണ്, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ ഫ്യൂവൽ, അതായത് എത്രത്തോളം ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, ഒന്നുകൂടി എഴുതാം, LCV ഈക്വൽ ടു എന്താണ് HCV മൈനസ് 0.09 H into 587 കലോറിമീറ്റർ പെർ ഗ്രാം. ഇവിടെ 587 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം ആണ്, അല്ലെ, നമ്മൾ വേപ്പർ ആണ്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം ആണ് എന്ത് 587 എന്ന് പറയുന്നത്. എന്താണ് 587 എന്ന് പറയുന്നത്, എന്താണ് 587 കലോറിമീറ്റർ പെർ ഗ്രാം എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്ത് സ്റ്റീം ആണ്. ഓക്കെ, ഇവിടെ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ്. ഇപ്പൊ എത്രത്തോളം ഹൈഡ്രജൻ എന്ത് ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ എമൗണ്ട് ആണ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ ഫ്യൂവൽ. ആ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇതാണ് എന്ത് നമ്മുടെ HCVയും LCVയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, എന്താണ് HCV മൈനസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഫോംഡ്. അതായത് LCV is equal to HCV minus 0.09 H into 587 കലോറിമീറ്റർ പെർ ഗ്രാം. ഇതാണ് എന്ത് നമ്മുടെ HCVയും LCVയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇവ തമ്മിൽ ഈ ഒരു റിലേഷൻ വരാനുള്ള കാരണം എന്താണ്, കാരണം
എന്താണ് HCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അല്ലെ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലിബറേറ്റ് ചെയ്യുന്നതിന് കംപ്ലീറ്റ് എമൗണ്ട് ആണ് എന്ത് HCV. LCV എന്ന് പറയുമ്പോഴോ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴുള്ള കംപ്ലീറ്റ് ഹീറ്റിന്റെ എമൗണ്ട് ആണ്, ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് ആണ്. പക്ഷെ നമ്മൾ അവിടെ എന്തില്ല, പ്രൊഡക്റ്റ് കമ്പസ്റ്റ് ചെയ്തിട്ട് ആ എന്താണ് വേപ്പറിന്റെ എമൗണ്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, LCV കാണുന്നെങ്കിൽ HCV എന്ത് ചെയ്താൽ മതി, ഈ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് നമ്മുടെ LCV ലോ കലോറിഫിക് വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കണ്ടുപിടിക്കാൻ പറ്റും. HCVന്ന് നമ്മുടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ. ഇതെന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ HCV, LCV, അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ആണ്. അതായത് ഒരു യൂണിറ്റ് മാസ് ഓർ യൂണിറ്റ് വോളിയം ഓഫ് ഫ്യൂവലിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ആണ് കലോറിഫിക് വാല്യൂ. ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോഴോ അതും എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിന്റെ ഹീറ്റിന്റെ എമൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റും കൂടി എടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആർ കൂൾഡ് അറ്റ് റൂം ടെമ്പറേച്ചർ, അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുള്ള ഹോൾ ടോട്ടൽ എമൗണ്ട് ആണ് ഹയർ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ. നെറ്റ് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ലോ കലോറിഫിക് വാല്യൂ എടുക്കുന്ന സമയത്തോ ഇറ്റ് ഈസ് ഓൾസോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് വെൻ എ യൂണിറ്റ് മാസ് ഓർ യൂണിറ്റ് വോളിയം ഓഫ് ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പഷൻ ആർ അലൗഡ് ടു എസ്കേപ്പ്. നമ്മൾ ആ പ്രൊഡക്റ്റിനെ എന്തുണ്ട്, എസ്കേപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ വേപ്പറിനെ നമ്മൾ പുറത്തോട്ട് വിടുകയാണ്, അല്ലാതെ അതിനെ കംപ്രസ് ചെയ്യാതെ അതിന് പുറത്തോട്ട് വിടുകയാണ്. ഓക്കെ, ഇതാണ് ലോ ഓർ നെറ്റ് കലോറിഫിക് വാല്യൂ. പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്, LCV ഈക്വൽ ടു HCV മൈനസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഫോംഡ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HCV ആൻഡ് LCV, ഹൗ ആർ ദേ റിലേറ്റഡ്? ഇതാണ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ HCV ആൻഡ് LCV, ഹൗ ആർ ദേ റിലേറ്റഡ്? ഡിഫറൻസ് എന്താണ്, HCV എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ഹീറ്റ് ആണ് അല്ലെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. HCV ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്യുന്ന സമയത്തുള്ള കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. LCV എന്ന് പറയുമ്പോഴോ നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നത്, അലൗഡ് ടു എസ്കേപ്പ് അല്ലെ, ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. റിലേഷൻ എന്താണ്, റിലേഷൻ നമ്മൾ ഇവിടെ പഠിച്ചു. എന്താണ്, LCV ഈക്വൽ ടു HCV മൈനസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഫോംഡ്. ഇതാണ് നമുക്കൊരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. HCV, LCV എന്താണ്, അതുപോലെ തന്നെ അവ തമ്മിൽ എങ്ങനെ റിലേഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിറ്റർമിനേഷൻ ഓഫ് കലോറിഫിക് വാല്യൂ ഓഫ് സോളിഡ് ഫ്യൂവൽ യൂസിങ് ബോംബ് കലോറിമീറ്റർ. ഒരു ബോംബ് കലോറിമീറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഡയഗ്രം ആണ്, നമ്മുടെ ഒരു ബോംബ് കലോറിമീറ്ററിന്റെ ഡയഗ്രം ആണ്. ഇതുപോലെയാണ് എന്തുണ്ടാവുക, ഒരു ബോംബ് കലോറിമീറ്റർ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ബോംബ് കലോറിമീറ്റർ സാധാരണ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സാധാരണ യൂസ് ചെയ്യുന്നത് സോളിഡ്സിലും അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ ലിക്വിഡ്സിലും. എന്താണ് നോൺ വോളറ്റൈൽ ലിക്വിഡ്സ്? അതായത് അവർ വേപ്പർ ആയിട്ട് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോവാത്ത നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിനും നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മുടെ കലോറിഫിക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യും. സോളിഡ്സിനും അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ ലിക്വിഡ്സിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന്. നമ്മൾ നമ്മുടെ ഈ കലോറിമീറ്റർക്ക് നമുക്ക് മെഷർ ചെയ്യേണ്ട ഫ്യൂവൽ ഉണ്ടല്ലോ, ആ ഫ്യൂവൽ നമ്മൾ ഇവിടെ ഒരു ക്രൂസിബിൾ ഉണ്ട്, കണ്ടോ ക്രൂസിബിൾ, ഇവിടെ ഒരു ക്രൂസിബിൾ വെച്ചിട്ടുണ്ട്. ഈ ക്രൂസിബിൾക്ക് നമ്മൾ അതിനെ ആ കലോറിഫിക് ഫ്യൂവലിനെ നമ്മൾ ഇട്ടിട്ട് ഇവിടെ ബേൺ ചെയ്യും. ഓക്കെ, ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ അതിനിട്ടിട്ട് ബേൺ ചെയ്യും. അത് ബേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ ഇത് ബേൺ ചെയ്യുന്നത്. അപ്പൊ ബേൺ ചെയ്യുന്ന സമയത്ത് ഇതിന് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫ്യൂവലിന് എന്ത് ചെയ്യും, വേപ്പേഴ്സ് ഒക്കെ ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യും. ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്ന സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ഒക്കെ ആര് അബ്സോർബ് ചെയ്യും, ഇവിടെ വാട്ടർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, വാട്ടർ ആണ്. ഈ വാട്ടറിന്റെ നമുക്കറിയാം എത്രത്തോളം എമൗണ്ട് ഉണ്ട്, ആ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ വാട്ടർ ആ ഹീറ്റ് ഫുൾ അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പൊ അവരിൽ
ടെമ്പറേച്ചറിൽ ചെറിയ റൈസ് വരുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ആ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കലോറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ക്രൂസിബിൾ ഉണ്ട്, ആ ക്രൂസിബിളിൽ നമ്മുടെ ഏത് ഫ്യൂവൽ ആണോ ആ ഫ്യൂവൽ എടുത്തിട്ട് അതിനെ ബേൺ ചെയ്യും. ഓക്കെ, അത് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പ്രസൻസിലാണ് വരെ ബേൺ ചെയ്യാം. ഓക്കെ, ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ബേൺ ചെയ്ത ഹീറ്റ് ഒക്കെ ഇവിടെ നമ്മൾ കുറച്ച് നോൺ വോളിയം ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്, ആ വാട്ടർ ഒക്കെ വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, വാട്ടറിന്റെ ഹീറ്റ് കൂടിയിട്ട് എന്ത് ചെയ്യും, ടെമ്പറേച്ചറിൽ ചെറിയ റൈസ് വരും. ഓൾറെഡി നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ അറിയാം, അപ്പൊ നമുക്ക് ഇതിന്റെ റൈസ് മെഷർ ചെയ്യാൻ പറ്റും ഇല്ലേ, എത്രത്തോളം ഇതിന്റെ ടെമ്പറേച്ചർ അറിയാൻ പറ്റുമെങ്കിൽ ഇതിന്റെ വരുന്ന എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എത്രത്തോളം കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്തിന്റെ കലോറിമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോണത്. ഓക്കെ, എന്താണ് പിന്നെ നോൺ മാസ് ഓഫ് സോളിഡ് ഫ്യൂവൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏത് ഫ്യൂവൽ ആണോ എടുക്കുന്നത് അത് മെഷർ ചെയ്യണം. അത് മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ക്രൂസിബിളിൽ വെക്കും, അതിനെ ഹീറ്റ് ചെയ്യും. അതെന്ത് ഓക്സിജന്റെ പ്രസൻസിൽ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, വാട്ടർ ഉണ്ട് അല്ലെ, ആ വാട്ടറിലോട്ട് പോയിട്ട് അതെന്ത് ചെയ്യും, ആ വാട്ടർ അബ്സോർബ് ചെയ്യും. ഓക്കെ, അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ ടെമ്പറേച്ചറിൽ റൈസ് വരും. ആ റൈസ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് നമ്മുടെ കലോറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. എന്താണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു നോൺ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഇവിടെ ഇട്ട് ഹീറ്റ് ചെയ്തു. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ കലോറിമീറ്റർ. ഓക്കെ, ഈ കലോറിമീറ്ററിന്റെ ഇൻസൈഡിൽ നമ്മൾ എന്തുണ്ട്, നോൺ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ നോൺ എമൗണ്ട് ഓഫ് വാട്ടർക്ക് എന്ത് ചെയ്യും, ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹീറ്റ് ഫുള്ള് പോയിട്ട് ഇത് എന്ത് ചെയ്യും, വാട്ടർ അതൊക്കെ അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചറിൽ ചെറിയ റൈസ് വരും. ആ റൈസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് നമ്മുടെ കലോറിമീറ്ററിന്റെ ബോംബ് കലോറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പാർട്സ്, ഇതിന്റെ പാർട്സ് എന്താണ്, ഓരോ പാർട്സിന്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എന്ത്, സിലിണ്ട്രിക്കൽ സ്റ്റെയിൻലെസ് സിലിണ്ട്രിക്കൽ ബോംബ്. ഇവിടെ ബോംബ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ, ഈ ബോംബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വെസലിനെയാണ്. ആ ഒരു വെസലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോംബ് എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ്. ബോംബ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ആ ഒരു വെസൽ, നമ്മൾ ആ സിലിണ്ട്രിക്കൽ ഈ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോംബ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ളത് എന്താണ്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബാണ് ഇതിനുള്ളത്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എന്തിന്റെ, കലോറിമീറ്റർ, ബോംബ് കലോറിമീറ്ററിന്റെ ഫസ്റ്റ് പാർട്ട്. അവിടെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ക്രൂസിബിൾ ഉള്ളത് അല്ലെ, ക്രൂസിബിൾ ഉള്ളത്. ഈ സ്റ്റെയിൻലെസ് ബോംബ് കലോറിമീറ്ററിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, നമ്മുടെ ക്രൂസിബിൾ ഉള്ളത്. ഈ ക്രൂസിബിളിലാണ് എന്ത് നടക്കുക, ഫ്യൂവല് കമ്പഷൻ നടക്കുക. ഈ ക്രൂസിബിളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂവൽ ഇടും. അവിടെയാണ് എന്ത് നടക്കുക, കമ്പഷൻ, ഫ്യൂവലിന്റെ കമ്പഷൻ നടക്കുക. അപ്പം ഫ്യൂവലിന്റെ കമ്പഷൻ എവിടെ നടക്കുക, നമ്മുടെ ബോംബിന്റെ ഉള്ളിലാണ്. സ്റ്റെയിൻലെസ് ബോംബിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുക, ഫ്യൂവലിന്റെ കമ്പഷൻ നടക്കുക. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റീൽ ബോംബാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ ബോംബ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഗ്ലാസ് ടൈറ്റ് സ്ക്രൂ ടാപ്പ്. ദ ലീഡ് ക്യാരീസ് 2 സ്റ്റെയിൻലെസ് ഇലക്ട്രോഡ്സ് ആൻഡ് ഓക്സിജൻ ഇൻലെറ്റ് വാൾ. അതായത് നമ്മുടെ ഈ ഒരു ക്രൂസിബിൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റെയിൻലെസ് ബോംബിന്റെ ഉള്ളിൽ എന്തുണ്ട്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഓക്കെ, 2 ഇലക്ട്രോഡ്സും അതുപോലെ തന്നെ ഓക്സിജൻ വാൾവ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു എന്ത്, എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക, ഇവർക്ക് കമ്പഷൻ നടക്കുക. ഓക്കെ, അപ്പോഴേ നമുക്ക് ഇതിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു ഓക്സിജൻ വാൾവ്, ഓക്സിജൻ ഇൻലെറ്റ്, ഓക്സിജനെ എന്താണ് ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾവ് ഉണ്ട് ഇവിടെ. എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം എന്ത് നടക്കണമെങ്കിൽ, ഈ ഫ്യൂവലിന് കമ്പഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോംബ് കലോറിമീറ്റർ ആണ്. സെക്കൻഡ് പാർട്ടിന് അതിന് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സിലാണ് നമ്മൾ എന്തുള്ളത്, 6 വോൾട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓക്സിജൻ വാൾവും ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് വരുന്ന പാർട്സ്. അവിടെയാണ് നമ്മുടെ കമ്പഷൻ നടക്കുന്നത്. ഫ്യൂവൽ കമ്പഷന്റെ പാർട്സ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്തൊക്കെയാ, ബോംബ് കലോറിമീറ്ററും സ്റ്റീൽ ബോംബും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയിൻലെസ് ഇലക്ട്രോഡ്സും, അതുപോലെ തന്നെ ഓക്സിജൻ ഇൻലെറ്റ് വാൾവ്സും. നമുക്ക് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഓക്സിജൻ വാൾവ് ഉണ്ട്. നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് എന്ത് വേണം, ഓക്സിജൻ വേണം. അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ വാൾവ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 1 ഇലക്ട്രോഡ് ഹാസ് എ സ്മോൾ സപ്പോർട്ട് റിംഗ് ടു എ ഹാഡ് എ നിക്കൽ സ്റ്റെയിൻലെസ് ക്രൂസിബിൾ കണ്ടെയ്നിങ് ദ ഫ്യൂവൽ. നമ്മൾ പറഞ്ഞു എവിടെയാണ് നമ്മുടെ ഫ്യൂവൽ കമ്പഷൻ നടക്കുക,
ക്രൂസിബിളിന്റെ ഉള്ളിൽ അല്ലെ, നമ്മുടെ ബോംബ് കലോറിമീറ്ററിന്റെ ഉള്ളിലുള്ള ക്രൂസിബിളിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുക, അതിന് കമ്പഷൻ നടക്കുക. ഇതാണ് നമ്മുടെ ക്രൂസിബിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ കലോറിമീറ്റർ. ഇത് 2 ഇലക്ട്രോഡ്സ്, ഇത് നമ്മുടെ ഓക്സിജൻ വാൾവ്. ഇത്രയും പാർട്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ക്രൂസിബിൾ. ഈ ക്രൂസിബിളിന്റെ ഉള്ളിലാണ് എന്ത് ഉണ്ടാവുക, നമ്മുടെ ഫ്യൂവൽസ് ഉണ്ടാവുക. ഓക്കെ, അതെന്ത് നമ്മുടെ മെഗ്നീഷ്യം ഫ്യൂസ് വയർ അതുപോലെ വയേഴ്സുമായി എന്തുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്, ആ കണക്ഷൻ നേരെ ഇലക്ട്രോഡിലോട്ട് പോയിട്ടുണ്ട്. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതെന്ത് നേരെ 6 വോൾട്ട് വാട്ടർ, നമുക്ക് ഇലക്ട്രിസിറ്റി വേണമല്ലോ, അതിന് ബാറ്ററിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുള്ളത് 2 ഇലക്ട്രോഡ്സ് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുക, അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ വാൾവും ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന പാർട്സ്. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ഈ കലോറിമീറ്റർ എന്താണ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ദ ബോംബ്. നമ്മൾ പറഞ്ഞ ഈ ബോംബ് ഉണ്ടല്ലോ, അതെന്താണ്, ഒരു കോപ്പർ കലോറിമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തുണ്ട്, നമ്മൾ നോൺ എമൗണ്ട് ഓഫ് വാട്ടറും എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് എന്ത്, കോപ്പർ കലോറിമീറ്റർ. നോക്കാം, ഇതാണ് നമ്മുടെ എന്ത് ബോംബ്. ഇതിലാണ് എന്ത് നമ്മുടെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നത്, ബേൺ ചെയ്യുന്നത്. ഓക്കെ, അത് ആ ബേൺ ചെയ്യുന്ന ഫ്യൂവലിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളതാണ് എന്ത്, കോപ്പർ കലോറിമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ കോപ്പർ കലോറിമീറ്റർ. ഈ കോപ്പർ കലോറിമീറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്, നോൺ എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, നമ്മൾ അതിൽ എന്തുണ്ട്, നോൺ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ എന്ത് ഇറക്കി വെച്ചിട്ടുള്ളത്, നമ്മളെ ബോംബിനെ ഇറക്കി വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഈ കലോറിമീറ്റർ എന്നുള്ളത് എന്താണ്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റിന്റെ അടുത്താണ് നമ്മൾ എന്തുള്ളത് അത് വെച്ചിട്ടുള്ളത്. അതിന്റെ അടുത്ത പാർട്ട് എന്താണ്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. എന്തിനാണ് നമ്മൾ എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് എന്ത് ചെയ്യാൻ പുറത്ത് പോവാതെ അതിനെ ഹീറ്റിനെ അതിന്റെ ഉള്ളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. എന്താണ്, ഹീറ്റിന്റെ ലിബറേഷന് തടയാൻ വേണ്ടിയിട്ട്, ഹീറ്റിന്റെ എക്സസ് ലോസ് ഓഫ് ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തിൽ വരുന്നത്, ബോംബ് കലോറിമീറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന പാർട്സ്. ഫസ്റ്റത്തെ പാർട്ട് എന്താണ്, ബോംബ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോംബ്. ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ബോംബ്. അവിടെയാണ് എന്ത് നടക്കുന്നത്, ഫ്യൂവലിന്റെ കമ്പഷൻ നടക്കുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് ക്രൂസിബിൾ. ഓക്കെ, ഈ ക്രൂസിബിൾ എന്തിനാണ്, നമ്മുടെ ഫ്യൂവലിനെ വെക്കാനുള്ളത്. എന്താണ്, കമ്പഷൻ നടക്കുമ്പോൾ ഈ ക്രൂസിബിളിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, കമ്പഷൻ നടക്കുന്നത്. പിന്നെ വരുന്നതാണ് 2 ഇലക്ട്രോഡ്സ്. നമ്മൾ എന്ത് 2 ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട് എവിടേക്ക്, 6 വോൾട്ട് ബാറ്ററിക്ക്. നെക്സ്റ്റ് പാർട്ടാണ് ഓക്സിജൻ വാൾവ്. നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഓക്സിജൻ വാൾവ്. നെക്സ്റ്റ് പാർട്ട് നമ്മുടെ കോപ്പർ കലോറിമീറ്റർ. ഈ കോപ്പർ കലോറിമീറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്, നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. അതിലോട്ടാണ് നമ്മുടെ ബോംബിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. എന്തിനാണ് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും, ലോസ് ഓഫ് ഹീറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോംബ് കലോറിമീറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാർട്സ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ബോംബ് അല്ലെ, സ്റ്റെയിൻലെസ് ബോംബാണ് ഉള്ളത്, സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സ്റ്റെയിൻലെസ് ബോംബാണ്. ഓക്കെ, പിന്നെ വരുന്നത് ആ സ്റ്റെയിൻലെസ് ബോംബിൽ എന്തുണ്ട്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഇൻലെറ്റ് വാൾവ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്തുണ്ട്, ആ ബോംബിനുള്ളിൽ ഒരു ക്രൂസിബിൾ ഉണ്ട്. ആ ക്രൂസിബിളിന്റെ ഉള്ളിൽ നമ്മൾ ഫ്യൂവലിന് കമ്പഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ ബോംബ് ഇറക്കി വെച്ചിട്ടുള്ളത് എവിടെയാണ്, ഒരു കോപ്പർ കലോറിമീറ്ററിലാണ്. അതിൽ എന്തുണ്ട്, നോൺ മാസ് ഓഫ് വാട്ടർ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഇതിൽ പിന്നെന്താണ്, സറൗണ്ടഡ് ബൈ ആൻ എയർ ജാക്കറ്റ് ആൻഡ് വാട്ടർ ജാക്കറ്റ് ടു പ്രിവെന്റ് ലോസ് ഓഫ് ഹീറ്റ്. പിന്നെ വരുന്നത് എന്താണ്, എയർ ജാക്കറ്റും അതുപോലെ വാട്ടർ ജാക്കറ്റും. പിന്നെ നമ്മളിവിടെ എന്തുണ്ട്, തെർമോമീറ്ററിന് വെച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ തെർമോമീറ്ററിന് വെച്ചിട്ടുള്ളത്, നമ്മുടെ ടെമ്പറേച്ചറിൽ വരുന്ന റൈസ് മെഷർ ചെയ്യണ്ടേ. റൈസ് മെഷർ ചെയ്താലല്ലേ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ വരുന്ന റൈസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു തെർമോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിറർ ഉണ്ട്. അതെന്തിനാണ്, ഒരു യൂണിഫോം ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ചെന്നുണ്ട് ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിറർ ഉണ്ട്. അപ്പൊ ഈ 2 പോർഷൻസും കൂടി ഉണ്ട്, ബെക്ക്മാൻ തെർമോമീറ്ററും അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിററും. ഇതെന്തിനാണ്, നമ്മുടെ തെർമോമീറ്റർ എന്തിനാണ് നമ്മൾ വെക്കുന്നത്, അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടെമ്പറേച്ചറിൽ വരുന്ന റൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റിററും ഉണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റിറർ എന്തിനാണ്, ഒരു യൂണിഫോം ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പാർട്സ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ ബോംബ് കലോറിമീറ്ററിൽ വരുന്നത്. ഫസ്റ്റ് പാർട്ടാണ് എന്ത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ്, സിലിണ്ടറിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോംബ്. പിന്നെ എന്താണ്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓക്സിജൻ ഇൻലെറ്റ് വാൾവ് ഉണ്ട്. നെക്സ്റ്റ് ക്രൂസിബിൾ ഉണ്ട്. ഈ ക്രൂസിബിളിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുക, ഫ്യൂവലിന് കമ്പഷൻ നടക്കുക. നെക്സ്റ്റ് ആണ് കോപ്പർ കലോറിമീറ്റർ. കോപ്പർ കലോറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ബോംബിനെ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കോപ്പർ കലോറിമീറ്റർ. അവിടെയാണ് എന്തുള്ളത്, നമ്മുടെ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ളത്. നെക്സ്റ്റ് ഇതാണ് ഇലക്ട്രിക്കൽ സ്റ്റിററും ബെക്ക്മാൻ തെർമോമീറ്ററും. നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, തെർമോമീറ്റർ. അതുപോലെ തന്നെ യൂണിഫോം ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഇലക്ട്രിക്കൽ സ്റ്റിററും കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ്, ടു പ്രിവെന്റ് ദ ലോസ് ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഒരു എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് എന്ത് വരുന്നത്, നമ്മുടെ ബോംബ് കലോറിമീറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതിന്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എങ്ങനെയാണ്, നമ്മൾ എടുത്തു, നമ്മുടെ അടുത്ത് എന്തുണ്ട്, നമ്മുടെ ഫ്യുവൽ, ഏതോ ഒരു ഫ്യുവൽ, കോൾ, ഫോർ എക്സാമ്പിൾ കോൾ എടുക്കാം. കോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ക്രൂസിബിളിൽ ഇട്ടു. ഓക്കെ, ഈ ക്രൂസിബിളിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നന്നായിട്ട് ഇതിനെ ഹീറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്തിട്ട്. ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്, ഇതിന് ഹീറ്റ്, ഇത് കമ്പഷൻ നടക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ഹീറ്റ് കൊടുത്തിട്ടല്ല, ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസിലാണ് ഇതിന് കമ്പഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്രൂസിബിളിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫ്യൂവൽ ഇട്ടിട്ട് ഇതിന് എന്ത് നടക്കും, ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിന് കമ്പഷൻ നടക്കും. കമ്പഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ടെമ്പറേച്ചർ കൂടൂലേ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതെന്ത് ചെയ്യും, നമ്മുടെ ഈ നോൺ എമൗണ്ട് ഓഫ് മാസ് ആണ്. ഓക്കെ, നോൺ എമൗണ്ട് ഓഫ് എന്ത് വാട്ടർ ഉണ്ട്, ആ വാട്ടറിലോട്ട് ഇത് എന്ത് വരും, നമ്മുടെ ഹീറ്റ് വരുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും, വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ റൈസ് വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ആ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഇതിന്റെ വർക്കിങ്ങും. അതായത് നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഫ്യൂവൽ എന്ത് ചെയ്യും, കമ്പഷൻ നടക്കും. അപ്പൊ എന്ത് ചെയ്യും, ഹീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അത് തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എ നോൺ മാസ് ഓഫ് സോളിഡ് ഫ്യൂവൽ ഈസ് അക്യുറേറ്റ്ലി വെയ്ഡ് ആൻഡ് പ്ലേസ് ഇൻ ദ ക്രൂസിബിൾ. നമ്മൾ ക്രൂസിബിൾ എന്ത് ചെയ്യും, ഒരു നോൺ എമൗണ്ട് ഓഫ് ഫ്യൂവലിനെ ഇട്ടിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നീഷ്യം വയർ ഇലക്ട്രോഡിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബുണ്ട്. ബോംബ് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് പോലും ലോസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജനും അതുപോലെ തന്നെ പ്രഷർ ഒക്കെ കൊടുത്തിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അതിനെന്ത് സംഭവിക്കും, കമ്പഷൻസ് നടക്കും. കമ്പഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ എന്തുണ്ട്, കോപ്പർ കലോറിമീറ്ററിനുള്ളിൽ എന്തുണ്ട്, നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഫസ്റ്റ് മെഷർ ചെയ്ത് വെക്കണം. ഓക്കെ, അതിനുശേഷം ഇത് കംപ്ലീറ്റ്ലി ബേൺ ചെയ്ത സമയത്ത് ദ ഫ്യൂവൽ ഈസ് ഇഗ്നൈറ്റഡ് ഇലക്ട്രിക്കലി ആൻഡ് ദ വാട്ടർ സ്റ്റിറർ ഈസ് കണ്ടിന്യൂസ്ലി. എന്ത് ചെയ്യും, നമ്മൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങും, റൈസ് ചെയ്യാൻ തുടങ്ങും. ആ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോംബ് എടുത്തു, അതിനുള്ളിൽ നമ്മളെ ക്രൂസിബിൾ വെച്ചിട്ട് നമ്മളെ ഫ്യൂവൽ ഇട്ടു. ഫ്യൂവൽ ഇട്ടിട്ട് എന്ത് ചെയ്തു, നമ്മൾ കമ്പഷൻ നടക്കുന്നതിന് മുന്നേ, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ വാട്ടറിന്റെ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ളതിന് എന്താണ് ടെമ്പറേച്ചർ ഈ തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്തത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഈ ഇലക്ട്രോഡ്സ് വെച്ച് നമ്മൾ ഇതിന് എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇതെന്ത് ചെയ്തു, എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് നടക്കും, നമ്മുടെ ഉള്ളിലുള്ള ഫ്യൂവലിന് കമ്പഷൻ നടക്കും. കമ്പഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മാക്സിമം വരുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ റൈസ് ചെയ്ത് എത്രത്തോളം റൈസ് ചെയ്യാൻ പറ്റും, ആ മാക്സിമം എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ തെർമോമീറ്റർ ഉണ്ട്, അതുകൊണ്ട് അത് വെച്ച് നമുക്കത് മെഷർ ചെയ്യാം. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ജസ്റ്റ് ഇത് ചൂടാക്കിച്ച് തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഇത്രേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. ക്ലിയർ അല്ലേ? ഇതാണ് ബോംബ് കലോറിമീറ്റർ. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു. അതായത് എന്ത് ചെയ്തു, എന്താണ് ക്രൂസിബിളിൽ നമ്മളിത് നോൺ എമൗണ്ട് ഓഫ് ഫ്യൂവലിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കലോറിമീറ്ററിൽ എടുത്ത നോൺ എമൗണ്ട് ഓഫ് വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ വരുന്ന റൈസ് വരും. ആ റൈസ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് ഇതിനൊരു സ്റ്റെയിൻലെസ് സിലിണ്ടറിക്കൽ ബോംബ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ക്രൂസിബിൾ ഉണ്ട്. ഈ ക്രൂസിബിളാണ് എന്ത് നടക്കാം, കമ്പഷൻ നടക്കാം. പിന്നെ നമ്മൾ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ വാൾവ് ഉണ്ട്, കാരണം എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം. പിന്നെ നമ്മുടെ ഈ ബോംബ് ഇറക്കി വെച്ചിട്ടുള്ളത് എന്തിലാണ്, ഒരു കോപ്പർ കലോറിമീറ്ററിലാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത്. ഈ കോപ്പർ കലോറിമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ നോൺ എമൗണ്ട് ഓഫ് വാട്ടർ ഉള്ളത്. പിന്നെ നമുക്കൊരു ബെക്ക്മാൻ തെർമോമീറ്ററും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്റ്റിററും ഉണ്ട്. തെർമോമീറ്റർ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും ഇതെന്താണ് യൂണിഫോം ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉള്ളത്. എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും എന്തിനാണ്,
പ്രിവെന്റ് ദ ലോസ് ഓഫ് ഹീറ്റ്, ഹീറ്റിന്റെ ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, എയർ ജാക്കറ്റും വാട്ടർ ജാക്കറ്റും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ബോംബ് കലോറിമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ. വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അല്ലെ, നമ്മൾ ഇതിലെ ക്രൂസിബിളിൽ എന്ത് ചെയ്യും, നോൺ എമൗണ്ട് ഓഫ് ഫ്യൂവൽ എടുത്തു. ഓക്കെ, നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ നോർമൽ ടെമ്പറേച്ചർ, വാട്ടറിന്റെ നോർമൽ ടെമ്പറേച്ചർ മെഷർ ചെയ്തു. ഇതിന് കമ്പഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും, ഇതിന്റെ ടെമ്പറേച്ചറിൽ റൈസ് വരും. അതും നമ്മൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് റൈസ് ഇൻ ടെമ്പറേച്ചർ കിട്ടും അല്ലെ, ഇതിന്റെ ഒറിജിനലും കിട്ടും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ റൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് ചെയ്തു നമുക്ക് കിട്ടും അല്ലെ. അത് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഇത്രയാണ് എന്ത് വരുന്നത്, ബോംബ് കലോറിമീറ്ററിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, HCV ഉണ്ട്, LCV ഉണ്ട് അല്ലെ. HCV എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ കലോറിഫിക് വാല്യൂ. LCV എന്ന് പറഞ്ഞാലോ ലോ ഓർ നെറ്റ് കലോറിഫിക് വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ്, ഇതിന്റെ ഡെറിവേഷനോ ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇതിന്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് HCVന്റെ ആണ്. HCV അല്ലെങ്കിൽ എന്ത് പറയാം, HCVയുടെ വേറെ പേരാണ് L. ഓക്കെ, HCVനെ നമുക്ക് എന്ത് വിളിക്കാം, L എന്ന് വിളിക്കാം. ഓക്കെ, HCV എന്ന് പറഞ്ഞാൽ ആരാണ്, ഹയർ കലോറിഫിക് വാല്യൂ. ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് W plus W into T2 minus T1 divided by X into കിലോമീറ്റർ പെർ ഗ്രാം. ഇതാണ് എന്ത്, നമ്മുടെ HCV ഓർ ഹയർ കലോറിഫിക് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ക്യാപിറ്റൽ W plus സ്മോൾ w into T2 minus T1 divided by X. ഓക്കെ, ഇതിൽ ഈ W എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ടർ ഓഫ് വെയിറ്റ് ഓഫ് ദ കോൾ. ഓക്കെ, കോളിന്റെ വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ദ കോൾ ബേൺ ചെയ്യുന്ന അതിന്റെ ആ കോളിന്റെ വെയിറ്റ് ആണ് എന്ത്, നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുള്ളത് എന്താണ്, ഞാൻ പറഞ്ഞു കോളാണ് അല്ലെ, ഒരു ഫ്യൂവൽ ആണല്ലോ കോൾ. അപ്പൊ കോളിനെ നമ്മളിവിടെ എക്സാമ്പിൾ ആക്കി എടുത്തു, അതിന്റെ വെയിറ്റ് ആണ് എന്ത്, ക്യാപിറ്റൽ W. സ്മോൾ w എന്ന് പറഞ്ഞാലോ വെയിറ്റ് ഇക്വാലന്റ് ഓഫ് ബോംബ് കലോറിമീറ്റർ. അപ്പൊ ബോംബ് കലോറിമീറ്ററിന്റെ ഇക്വാലന്റ് വെയിറ്റ് ആണ് എന്ത്, സ്മോൾ w. വെയിറ്റ് ഇക്വാലന്റ് ഓഫ് ബോംബ് കലോറിമീറ്റർ. നെക്സ്റ്റ് എന്താണ്, T1 ഉം T2. T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു എന്ത്, ഫസ്റ്റ് നമ്മൾ വാട്ടറിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം, എന്നിട്ടാണ് എന്ത് ഫൈനൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അതിൽ റൈസ് ആയിക്കണമെന്ന് മനസ്സിലാവില്ലല്ലോ. എന്താ ടെമ്പറേച്ചർ റൈസ് ആയിക്കണമെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം അതിന്റെ ടെമ്പറേച്ചർ അറിയണം. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോഴാണ് എത്രത്തോളം കൂടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇനീഷ്യൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. T2 എന്തായിരിക്കും, ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് X. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് ഓഫ് ദ ഫ്യൂവൽ. മാസ് ഓഫ് ദ ഫ്യൂവൽ, ആ ഫ്യൂവലിന്റെ മാസ് അതും നമുക്കറിയണം. നമ്മൾ പറഞ്ഞു എന്ത്, നോൺ മാസ് ഉള്ള ഫ്യൂവൽ ആണ് നമ്മൾ എടുക്കുന്നത് ഹീറ്റ് ചെയ്യാൻ അല്ലെ. നോൺ മാസ് ഉള്ള ഫ്യൂവലിനെ ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ബേൺ ചെയ്തിട്ട് എത്രത്തോളം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വെച്ച് മെഷർ ചെയ്യുന്നത്, കലോറിമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ HCV അല്ലെങ്കിൽ L, അതായത് ഹയർ കലോറിഫിക് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ക്യാപിറ്റൽ W plus W into T2 minus T1 divided by X അല്ല. ക്യാപിറ്റൽ W എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റ് ഓഫ് ദ കോൾ ബേൺഡ്, അതായത് എത്രത്തോളം ബേൺ ചെയ്യുന്നതിന്റെ വെയിറ്റ്. സ്മോൾ w വെയിറ്റ് ഓഫ് ദ ഇക്വാലന്റ് ഓഫ് ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്ററിന്റെ ഇക്വാലന്റ് വെയിറ്റ് ആണ്. T1 എന്ന് പറഞ്ഞാലോ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. T2 ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദ ഫ്യൂവൽ. ഇത്രയാണ് എന്ത് കാൽക്കുലേഷനിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് കാണണം, LCV അല്ലേ, LCV കാണണം. ഓക്കെ, LCV എങ്ങനെ കാണാം, നമുക്കറിയാം. നമ്മൾ HCV കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. HCV കണ്ടു കഴിഞ്ഞാൽ LCV എങ്ങനെ കാണാം, LCV ഈക്വൽ ടു എന്താണ്, HCV മൈനസ് എന്താണ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ ഫോംഡ് അല്ലേ, ലാറ്റന്റ് ഹീറ്റ് ഓഫ്
വാട്ടർ വേപ്പർ ഫോംഡ് അല്ലെ. വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് എന്താണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? LCV കിട്ടും. അപ്പൊ എന്താണ് LCV ഈക്വൽ ടു എന്താണ്? HCV മൈനസ് 0.09H ഇൻറ്റു 587 കലോറി പെർ ഗ്രാം. ഇതാണ് എന്ത് LCV കാണാൻ. LCV കാണണമെങ്കിൽ എന്താ മതി? HCV നമ്മുടെ എന്ത് എത്രത്തോളം ലാഗ് ആൻഡ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പറിന്റെ എന്താണ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് LCV കിട്ടും. ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ ഇക്വേഷൻ എന്താണ്? W പ്ലസ് W ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ എക്സ്. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിനുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് നമ്മുടെ സിലബസിലില്ല. പക്ഷെ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കണം? നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് കലോറി മീറ്റർ വെച്ചിട്ടുള്ള HCV കാണാനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ LCV കാണാനുള്ള ഇക്വേഷനും. LCV എന്താണ്? ജസ്റ്റ് HCV നമ്മുടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? LCV കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തിൽ വരുന്നത്? ബോംബ് കലോറിമീറ്ററിന്റെ ഡിറ്റർമിനേഷനിൽ വരുന്നത് അല്ലെ. കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള അതിൽ വരുന്ന ഇത്രയാണ്. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അതുപോലെ തന്നെ അതിന്റെ കാൽക്കുലേഷൻ, അതിന്റെ ഇക്വേഷൻ, HCV കാണാൻ എന്താണ്, LCV കാണാൻ എന്താണെന്നുള്ള ഇക്വേഷനും പഠിച്ചു. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് കവേർഡ് ഇൻ ദിസ് കോഴ്സ് would you recommended for measuring the calorific value of solid fuels? Solid fuelsന്റെ calorific value മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അതിനാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോളിഡ് ഫ്യൂവൽസിന്റെയും അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ഫ്യൂവൽസിന്റെയും എന്ത് മെഷർ ചെയ്യും? കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യും. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എന്തിനെ പറ്റിയിട്ടാണ്? ബോംബ് കലോറിമീറ്ററിനെ പറ്റിയിട്ടാണ്. Please give an overview of the instrumentation, its operational principle and the calculation. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻസ്ട്രുമെന്റേഷൻ, അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അതുപോലെ തന്നെ പ്രിൻസിപ്പിളും കാൽക്കുലേഷൻസും. കാൽക്കുലേഷൻ പറഞ്ഞാൽ HCV കാണാനും LCV കാണാനുള്ള ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഹൈ LCV, HCV ആൻഡ് LCV. HCV കാണാനുള്ള ഡിഫറെന്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ അതിന്റെ പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനുമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ബോംബ് കലോറിമീറ്റർ ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വേറൊരു ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? സ്കെച്ച് എ നീറ്റ് ലേബൽ ഡയഗ്രാം ഓഫ് എ ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്ററിന്റെ ഡയഗ്രാം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കലോറിഫിക് വാല്യൂ ഓഫ് സോളിഡ് ഫ്യൂൽസ്. സോളിഡ് ഫ്യൂൽസിന്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമിനേഷൻ അത് എങ്ങനെ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിവിടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനും അതുപോലെ വർക്കിംഗും ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതും ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബോംബ് കലോറിമീറ്റർ. അപ്പൊ അതിന്റെ ഡയഗ്രം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അത് 2 പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ കോൾ അനാലിസിസ്. എങ്ങനെയാ കോളിന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും? എത്രത്തോളം അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി, ഒരു കോൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള കോളാണെന്ന് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതിനാണ് അനാലിസിസ് ഓഫ് കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽ ആണ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽ ആണ് നമ്മുടെ കോൾ എന്ന് പറയുന്നത്. എന്തെന്നുണ്ടാവുന്ന ഫോസിൽ ഫ്യൂവൽ ആണ്? ഫ്രം ദ റിമൈൻസ് ഓഫ് പ്ലാന്റ് മാറ്റർ ബറീഡ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അത് വർഷങ്ങളോളം നമ്മള് എർത്ത് ക്രസ്റ്റിൽ ബേൺ ചെയ്തിട്ട് ബറി ചെയ്തിട്ടുള്ള പ്ലാന്റ് മാറ്ററിൽ ഉണ്ടാവുന്ന ഫോസിൽ ഫ്യൂവൽ ആണ് കോൾ എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് കാണുന്നത് ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ അതുപോലെ ഓക്സിജൻ. ഇത്രയാണ് എന്തുള്ളത്? കോളിൽ മെയിൻ ആയിട്ട് കാണുന്നതിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ്. എന്താണ്? കാർബൺ, ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ. എന്താണ് കോൾ ഈസ് എ നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽ ആണ്. ആയിരക്കണക്കിന് വർഷങ്ങളോളം നമ്മൾ എർത്ത് ക്രസ്റ്റിൽ ബറി ചെയ്തിട്ടുള്ള പ്ലാന്റ് മാറ്ററിന്റെ നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽ ആണ് ആര്? കോളിൽ മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അതുപോലെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൾ. അപ്പൊ കോളിനെ അനലൈസ് ചെയ്യണം. അപ്പൊ കോളിനെ അനലൈസ് ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടു അസർടൈൻ ദ ക്വാളിറ്റി. നമുക്ക് അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അനാലിസിസ് ഓഫ് കോൾ. അതിന് നമ്മൾ 2 മെത്തേഡാണ് ഉള്ളത്. എന്തൊക്കെയാണ്? പ്രോക്സിമേറ്റ് അനലൈസിസും അൾട്ടിമേറ്റ് അനലൈസിസും. ഇങ്ങനെ 2 മെത്തേഡാണ് ഉള്ളത്. നമ്മുടെ കോളിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? പ്രോക്സിമേറ്റ് അനലൈസിസും അൾട്ടിമേറ്റ് അനലൈസിസും. പക്ഷെ നമുക്ക് ഇവിടെ എന്തുള്ളൂ? പ്രോക്സിമേറ്റ് അനലൈസിസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽ ആണ് നമ്മുടെ
കോൾ. അപ്പൊ കോളിന്റെ ക്വാളിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് അനാലിസിസ് ഓഫ് കോൾ. അതിന് രണ്ട് രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? പ്രോക്സിമേറ്റ് അനാലിസിസും അൾട്ടിമേറ്റ് അനാലിസിസും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? പ്രോക്സിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ അത് നോക്കാം. പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ഗിവ് ദ ഇൻഫർമേഷൻ ഓഫ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. അപ്പൊ എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി യൂസ് ചെയ്യാനുള്ള അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ പ്രോക്സിമേറ്റ് അനാലിസിസ്. അപ്പൊ ഒരു കോളിന് നമുക്ക് എന്താ കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്ത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫോസിൽ ഫ്യൂൽ തന്നെയാണ് എന്ത് നമ്മുടെ കോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ദ റിസൾട്ട് ഒബ്റ്റെയിൻ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ. അപ്പം ഇതെന്തുണ്ട്? നമ്മുടെ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഈ അനാലിസിസ് നമ്മൾ എന്താണ് എക്സ്പെരിമെന്റിന്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ്, നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഹീറ്റിംഗ്, എത്രത്തോളം സമയം അത് ഹീറ്റ് ചെയ്യും. അതുപോലെ ടൈപ്പ് ഓഫ് ക്രൂസിബിൾ യൂസ് ചെയ്യും. നമ്മൾ ബോംബ് കലോറിമീറ്ററിൽ ഏത് ക്രൂസിബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ഹീറ്റിംഗ്, ടൈപ്പ് ഓഫ് ക്രൂസിബിൾ യൂസ്. ഇതൊക്കെ എന്താണ്? ഈ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ പ്രോക്സിമേറ്റ് അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോക്സിമേറ്റ് അനാലിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന്റെ മോയ്സ്ചർ, അതുപോലെ തന്നെ വോളറ്റൈൽ മാറ്റർ, പിന്നെ ആഷ്, അതുപോലെ തന്നെ ഫിക്സഡ് കാർബൺ. ഇതിലൊക്കെ വരുന്ന എന്താണ് വ്യത്യാസങ്ങൾ നമ്മൾ അതിന്റെ ക്വാളിറ്റിനെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അനലൈസ് ഇൻവോൾവ് ദ ഫോളോയിങ് ഡിറ്റർമിനേഷൻസ്. അപ്പൊ അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടോ, അതുപോലെ അതിൽ വോളറ്റൈൽ മാറ്റേഴ്സ് ഉണ്ടോ, ആഷ് എത്രത്തോളം ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് കാർബൺ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ എന്തുള്ളത് പ്രോക്സിമേറ്റ് അനാലിസിസ് വഴി മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പൊ മോയ്സ്ചർ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പൊ അതിന് എന്താണ് അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മോയ്സ്ചറിന്റെ കണ്ടന്റ് ഉണ്ടോ നോക്കും. അതുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് ഒരുപാട് എന്ത് ചെയ്യും? ആ ഒരു കോളിൽ നിന്ന് ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യും? ലോസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെന്താണ് അത്ര നല്ലതല്ല. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൾ അത്രത്തോളം നല്ലതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ മോയ്സ്ചറിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോയ്സ്ചർ, പെർസെന്റേജ് ഓഫ് മോയ്സ്ചർ. മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോസ് ഓഫ് വെയിറ്റ് അല്ലെ, വെയിറ്റ് എന്ത് ചെയ്യും? ലോസ് ആവും. മോയ്സ്ചറിന്റെ എന്ത് രൂപത്തിൽ എന്ത് ചെയ്യും? ലോസ് ചെയ്യും. എന്ത്? വെയിറ്റ് ഇൻറ്റു 100. നമ്മളിവിടെ പെർസെന്റേജിന്റെ രൂപത്തിലാണ് പറയുന്നത്. വെയിറ്റ് ഓഫ് കോൾ ടേക്കൺ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് കോൾ ടേക്കൺ. അതായത് നമ്മള് എത്രത്തോളം എടുത്തു കോൾ എടുത്തു, അതിൽ നിന്ന് നമ്മുടെ എന്താണ് ലോസ് ഓഫ് വെയിറ്റ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം മോയ്സ്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പെർസെന്റേജ് ഓഫ് മോയ്സ്ചർ ആണ് കാണുന്നത്. അപ്പൊ എന്താണ് മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രൂസിബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഒരു 105 to 110 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1 hour നമ്മൾ അതിന് കമ്പഷൻ നടക്കാൻ വേണ്ടി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്രൂസിബിൾ കൂൾ ചെയ്ത് നോക്കുമ്പോൾ അതിന് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ക്രൂസിബിളിന്റെ വെയിറ്റിൽ എന്തെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവാൻ അതിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? മോയ്സ്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോള് അതിന് കുറച്ച് പുറത്തോട്ട് പോയി അല്ലെ, ഫ്യൂവലിന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തു? വേസ്റ്റ് ആയി പോയി. ലോസ് ഓഫ് വെയിറ്റ് അവിടെ ഉണ്ടായി. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോയ്സ്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? അതിന്റെ മോയ്സ്ചർ കണ്ടന്റിനെ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വോളറ്റൈൽ മാറ്റർ. വോളറ്റൈൽ മാറ്റർ എന്തിനാ മെഷർ ചെയ്യുന്നത്? നമ്മൾ അതിൽ നമ്മുടെ എന്താ നമ്മൾ പറഞ്ഞു കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ എന്താണ് കൂടിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ കോൾ. അപ്പൊ അതിൽ എന്തുണ്ടാവും? ഒരുപാട് വോളറ്റൈൽ മാറ്റർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ്, മീഥേൻ ഗ്യാസ്. ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വോളറ്റൈൽ മാറ്റർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് പെർസെന്റേജ് ആണ് കാണുന്നത്. ഒക്കെ പെർസെന്റേജിലാണ് കാണുന്നത്. പെർസെന്റേജ് ഓഫ് വോളറ്റൈൽ മാറ്റർ, പെർസെന്റേജ് ഓഫ് വോളറ്റൈൽ മാറ്റർ കാണണമെങ്കിൽ എന്താണ്? ലോസ് ഇൻ വെയിറ്റ് ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് നമ്മുടെ വോളറ്റൈൽ മാറ്റർ. വോളറ്റൈൽ മാറ്ററിനെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കോളിന്റെ വെയിറ്റ് ലോസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ലോസ് ഓഫ് വെയിറ്റ് ഡ്യൂ ടു റിമൂവൽ ഓഫ് വോളറ്റൈൽ മാറ്റർ. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വോളറ്റൈൽ മാറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്ത് പോകും. കാരണം എന്താണ്? ദേ ആർ ഹൈലി വോളറ്റൈൽ. അവർ ഇവാപറേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൂടുതലായത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരെ ബേൺ ചെയ്യണം. ഈ ഫ്യൂവലിനെ ബേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും?
ഹൈഡ്രജൻ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൽ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിൽ എന്ത് ചെയ്യും, വെയിറ്റ് എന്ത് ചെയ്യും, ലോസ് ചെയ്യും. കോളിന്റെ വെയിറ്റ് ലോസ് ചെയ്യും. അപ്പൊ അത് എന്ത് ചെയ്യും, ഇതിനെ എഫക്ട് ചെയ്യും അല്ലെ, എമൗണ്ടിനെ, അതിന്റെ ക്വാളിറ്റിനും ക്വാണ്ടിറ്റിനും ഒക്കെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോളറ്റൈൽ മാറ്ററിനെ മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണുള്ളത്, എത്രത്തോളം എന്ത് ചെയ്യുന്നത്, ലോസ് അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റിമൂവൽ ഓഫ് വോളറ്റൈൽ മാറ്റർ ഇൻറ്റു 100, കാരണം നമ്മൾ ഇതിന് എന്താണ് പെർസെൻറ്റേജിലാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് കോൾ ടേക്കൺ. അപ്പൊ വെയിറ്റ് ഓഫ് കോൾ ടേക്കൺ വെച്ച് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത്, എത്രത്തോളം ഇതിന് റിമൂവ് ആയി പോയി എന്നുള്ളത്. ഓക്കെ, ഇതാണ് എന്ത്, വോളറ്റൈൽ മാറ്റർ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ആഷ്. ആഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നോൺ കമ്പസ്റ്റിബിൾ റെസിഡ്യൂ ആണ്. ഓക്കെ, നോൺ കമ്പസ്റ്റിബിൾ റെസിഡ്യൂ, ഒരു സോളിഡ് റെസിഡ്യൂ ആണ് എന്ത്, ആഷ് എന്ന് പറയുന്നത്. നമ്മൾ കോളിനെ ബേൺ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹീറ്റിംഗ് റെസിഡ്യൂ ഇൻ ഓപ്പൺ ക്രൂസിബിൾ. ഒരു ഓപ്പൺ ക്രൂസിബിളിൽ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക, ആഷ് ഫോം ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യൂല, ആഷ് ഫോം ചെയ്യൂല. ഒരു ഓപ്പൺ ക്രൂസിബിളിൽ നമ്മൾ എന്താണ് 700 to 750 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നോൺ കമ്പസ്റ്റിബിൾ റെസിഡ്യൂ ആണ് എന്ത്, ആഷ്. ഓക്കെ, അതെന്ത് ചെയ്യും, അത് നമ്മുടെ കോള് ആഷ് ആയി പോയാൽ അതിനെന്ത് ചെയ്യും, ഒരുപാട് വെയിറ്റ് ലോസ് നടക്കും അല്ലെ. അത്രയും കോൾ എന്ത് ചെയ്യും, വെയിറ്റ് ലോസ് നടക്കും. അപ്പൊ അതും എന്ത് ചെയ്യും, നമ്മുടെ ഇതിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ആഷ്, എത്രത്തോളം ആഷ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ആഷ് ഈക്വൽ ടു എന്താണ്, വെയിറ്റ് ഓഫ് ആഷ് ഫോംഡ്, വെയിറ്റ് ഓഫ് ആഷ് ഫോംഡ് ഡിവൈഡഡ് ബൈ എന്ത്, വെയിറ്റ് ഓഫ് കോൾ ടേക്കൺ ഇൻറ്റു 100. ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എന്ത് കോള് ആഷിന്റെ രൂപത്തിൽ എന്ത് ലോസ് ആയി നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ്. അടുത്തത് വരുന്നത് എന്താണ്, ഫിക്സഡ് കാർബൺ. അതിൽ എത്ര എമൗണ്ട് ഓഫ് ഫിക്സഡ് കാർബൺ നമ്മുടെ കോളിൽ ഉണ്ട് എന്നാണ് നോക്കുന്നത്. ദ റെസിഡ്യൂ റിമൈനിങ് ആഫ്റ്റർ ഡിറ്റർമൈനിങ് ദ മോയ്സ്ചർ, വോളറ്റൈൽ മാറ്റർ ആൻഡ് ആഷ്. ആഷും വോളറ്റൈൽ മാറ്ററും റെസിഡ്യൂ ഒക്കെ എന്താണ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ബാക്കി വരുന്ന റെസിഡ്യൂ ആണ് എന്ത്, ഫിക്സഡ് കാർബൺ. ബാക്കി അതിലുണ്ടാകുന്ന എക്സ്ട്രാ ആയിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ഫിക്സഡ് കാർബൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇതൊക്കെ മെഷർ ചെയ്തു, മോയ്സ്ചർ മെഷർ ചെയ്തു, വോളറ്റൈൽ മെഷർ ചെയ്തു, ആഷ് മെഷർ ചെയ്തു. ഇതെല്ലാം മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി അതിലുണ്ടാവുന്ന ആളാണ് ആര്, ഫിക്സഡ് കാർബൺ എന്ന് പറയുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ഫിക്സഡ് കാർബൺ എടുത്താലോ, പെർസെൻറ്റേജ് ഓഫ് ഫിക്സഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ആണ്, 100% ആണല്ലോ അല്ലെ. 100% മൈനസ് പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ പ്ലസ് എന്താണ്, വോളറ്റൈൽ മാറ്റർ പ്ലസ് ആരാണ്, ആഷ്. ഇതിന്റെ ഒക്കെ പെർസെൻറ്റേജ് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ പെർസെൻറ്റേജിനെ മൈനസ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും, ഫിക്സഡ് കാർബൺ കിട്ടും. അപ്പൊ ഇത്രയും ഈ 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് സാധാരണ ഒരു പ്രോക്സിമേറ്റ് അനാലിസിസിൽ നോക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്, ഒന്ന് മോയ്സ്ചർ, എത്രത്തോളം മോയ്സ്ചർ അതിന് ബേൺ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളറ്റൈൽ മാറ്റർ, ഏതെല്ലാം വോളറ്റൈൽ മാറ്റർ ആണ് ഉള്ളത്, അതുപോലെ തന്നെ അതൊക്കെ എത്രത്തോളം അതിൽ നിന്ന് റിലീസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വോളറ്റൈൽ മാറ്റർ. ആഷ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കോളിന് ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും, നോൺ കമ്പസ്റ്റിബിൾ റെസിഡ്യൂ ആയിട്ടുള്ള ആഷ് ഫോം ചെയ്യും. അത് എപ്പോഴാണ് ഫോം ചെയ്യുക, ഒരു ഓപ്പൺ ക്രൂസിബിളിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുക, ആഷ് ഫോം ചെയ്യാം. അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഷിനെ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് കാർബൺ ആണ്. ഫിക്സഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇവരെല്ലാം മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ആര്, ഫിക്സഡ് കാർബൺ. അതായത് നമ്മൾ മോയ്സ്ചർ കണ്ടു, വോളറ്റൈൽ മാറ്റർ കണ്ടു, ആഷ് കണ്ടു, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവില്ല, ബാക്കിയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയാം, ഫിക്സഡ് കാർബൺ. ഇതാണ് എന്ത്, പ്രോക്സിമേറ്റ് അനാലിസിസ് ഓഫ് കോൾ. കോളിന്റെ ക്വാളിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രോക്സിമേറ്റ് അനാലിസിസ്. ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി, അതിന് എത്രത്തോളം പ്രാക്ടിക്കലി എന്താണ് ക്വാളിറ്റി ഉള്ള സംഭവമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോക്സിമേറ്റ് അനാലിസിസ്. ഓക്കെ, ക്ലിയർ അല്ലേ പ്രോക്സിമേറ്റ് അനാലിസിസ്. പ്രോക്സിമേറ്റ് അനാലിസിസിലാണ് 4 വരുന്നത്. എന്തൊക്കെയാണ്, മോയ്സ്ചർ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ വോളറ്റൈൽ മാറ്റർ, ആഷ്, അതുപോലെ തന്നെ ഫിക്സഡ് കാർബൺ. ഇത്രയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, ഒരു കോളിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി പ്ലസ് അതിന്റെ ക്വാളിറ്റി, എത്രത്തോളം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉണ്ട്,
എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. എന്ത് പ്രോക്സിമേറ്റ് അനാലിസിസിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ അതിന്റെ മോയ്സ്ചർ എടുക്കുന്ന സമയത്ത് എന്താണ്, റെഡ്യൂസസ് ദ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ കുറയുമ്പോൾ എന്തെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, കലോറിഫിക് വാല്യൂ കുറയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറയും. കലോറിഫിക് വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണല്ലോ അല്ലെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അപ്പൊ അതിന്റെ കലോറിഫിക് വാല്യൂ കുറയുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കുറവ് വരും. ഇൻക്രീസസ് ദ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. മോയ്സ്ചർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ട്രാൻസ്പോർട്ടും ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എഫക്ട്സ് ദ ഇഗ്നീഷൻ ആൻഡ് കമ്പഷൻ എഫിഷ്യൻസി. അതിന്റെ കമ്പഷൻ എഫിഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ മോയ്സ്ചർ എമൗണ്ട് എഫക്ട് ചെയ്യും. കാരണം മോയ്സ്ചർ എന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, കമ്പഷനും ഇഗ്നീഷനും ഒക്കെ അത് എഫക്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിന്റെ മോയ്സ്ചറിൽ വരുന്ന സിഗ്നിഫിക്കൻസ്. ഈ നമ്മുടെ വോളറ്റൈൽ മാറ്ററിൽ വരുന്നതോ, ഇൻഡിക്കേറ്റ് ദ ഈസ് ഓഫ് ഇഗ്നീഷൻ ആൻഡ് റേറ്റ് ഓഫ് കമ്പഷൻ. ഈസ് ഓഫ് ഇഗ്നീഷൻ, റേറ്റ് ഓഫ് കമ്പഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വോളറ്റൈൽ മാറ്ററിൽ. ഏതൊക്കെ വോളറ്റൈൽ മാറ്റർ ആണ് അതിലുള്ളത് എന്ന് മെഷർ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഹൈ വോളറ്റൈൽ മാറ്റർ ഗിവ്സ് ലോങ് സ്മോക്കി ഫ്ലെയിംസ്. നല്ലോണം എന്തുള്ള വോളറ്റൈൽ മാറ്റർ ഉണ്ടെങ്കിൽ അത് എന്ത് തരും, ലോങ് സ്മോക്കി ഫ്ലെയിംസ്, സ്മോക്കി ആയിട്ടുള്ള ഫ്ലെയിംസിനെ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ഫ്യൂവൽസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർ സെലക്ടിങ് കോൾ ഫോർ ഫർണസസ് ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ്. ഗ്യാസ് പ്രൊഡ്യൂസേഴ്സിനും ഫർണസസിനും ഒക്കെ എന്ത് നമ്മുടെ കോളിന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ഏതൊക്കെ വോളറ്റൈൽ മാറ്റർ ആണുള്ളത്, എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നാലാണ് അത് ഫെർണസിലും ഗ്യാസ് പ്രൊഡ്യൂസേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ട് സിഗ്നിഫിക്കൻസ്. ഇനി വരുന്നത് നമ്മൾ ആഷിൽ വരുന്ന സിഗ്നിഫിക്കൻസ് എന്താണ്, റെപ്രസെന്റ് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ഇൻ കോൾ. അപ്പൊ ആഷ് ആണ് നമ്മുടെ ഒരേ ഒരു നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഹൈ ആഷ് റെഡ്യൂസസ് ഹീറ്റിംഗ് വാല്യൂ ആൻഡ് കമ്പഷൻ എഫിഷ്യൻസി. അപ്പൊ ഒരുപാട് ആഷ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അതിന്റെ കമ്പഷൻ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യും. കോസസ് ക്ലിങ്കറിംഗ്, സ്ലാഗിംഗ് ആൻഡ് ഡിസ്പോസബിൾ പ്രോബ്ലം. അതായത് ആഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതിനെ ഡിസ്പോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്ലാഗിംഗ്, ക്ലിങ്കറിംഗ്, അതായത് അതിന്റെ ഈ ആഷ് എന്ത് ചെയ്യും, ഡെപ്പോസിഷൻ നടക്കും, പലയിടത്തും പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അതും എഫക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ആഷിന്റെ സിഗ്നിഫിക്കൻസ്. ഫിക്സഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു മോയ്സ്ചറും വോളറ്റൈൽ മാറ്ററും ആഷ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റെസിഡ്യൂ ആണ് എന്ത്, നമ്മുടെ ഫിക്സഡ് കാർബൺ. അതെന്താണ്, ഒരു സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആണ്. ഇറ്റ് റെപ്രസെന്റ് ദ സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. അപ്പം ഇതെന്താണ്, സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസിന്റെ എമൗണ്ട് ആണ് എന്ത്, ഫിക്സഡ് കാർബൺ ഇവിടെ തരുന്നത്. അതുപോലെ തന്നെ ഡിറ്റർമൈൻസ് ദ ബേണിംഗ് ടൈം ആൻഡ് ഹീറ്റ് ഔട്ട്പുട്ട്. എത്രത്തോളം ടൈം വേണം ഇതിനെ ബേൺ ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് ഔട്ട്പുട്ടും നമ്മുടെ ഫിക്സഡ് കാർബൺ തരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ഫോർ മെറ്റലർജിക്കൽ ആൻഡ് കോക്ക് മേക്കിംഗ് പ്രോസസ്. കോക്ക് മേക്കിംഗ് പ്രോസസ് മെറ്റലർജിക്കലിലൊക്കെ നമ്മൾ എന്താണ്, ഫിക്സഡ് കാർബൺ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാം. നമ്മുടെ എന്താ ഫേർണസും ഗ്യാസ് പ്രൊഡ്യൂസേഴ്സും ഒക്കെ വോളറ്റൈൽ മാറ്റർ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ പ്രോക്സിമേറ്റ് അനാലിസിസിന്റെ സിഗ്നിഫിക്കൻസ്. എന്തൊക്കെയാണ്, മോയ്സ്ചറിൽ വരുമ്പോൾ റിഡ്യൂസസ് കലോറിഫിക് വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ കമ്പഷൻ എഫിഷ്യൻസിനൊക്കെ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് എഫക്ട് ചെയ്യും. വോളറ്റൈൽ മാറ്റർ വരുമ്പോഴോ ഇതെന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സെലക്ടിങ് ഫേർണസസ് ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ്. ഏത് കോളാണ് നമ്മുടെ ഫേർണസിനും ഗ്യാസ് പ്രൊഡ്യൂസേഴ്സിലൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വോളറ്റൈൽ മാറ്ററിനെ മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ആഷ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെന്റ്സ് ദ നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. ഒരു നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസിനെ ഇത് എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ആഷ് റെഡ്യൂസസ് ഹീറ്റിംഗ് വാല്യൂ ആൻഡ് കമ്പഷൻ എഫിഷ്യൻസി. അത്ര ഒരുപാട് എന്താണ് ആഷ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ എഫക്ട് ദ കമ്പഷൻ എഫിഷ്യൻസി. കമ്പഷൻ എഫിഷ്യൻസിനെ ഇത് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ഫിക്സഡ് കാർബൺ. ഫിക്സഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. സോളിഡ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽസിന്റെ എമൗണ്ട് ആണ് എന്ത്, ഫിക്സഡ് കാർബൺ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദ ബേണിംഗ് ടൈം ആൻഡ് ഹീറ്റ് ഔട്ട്പുട്ട്. ബേണിംഗ് ടൈമും ഹീറ്റ് ഔട്ട്പുട്ട് ഒക്കെ തരും. അതുപോലെ തന്നെ മെറ്റലർജിക്കലും കോക്ക് മേക്കിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഫിക്സഡ് കാർബണിന്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കോളിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോളിൽ അനാലിസിസ് ഓഫ് കോളിൽ വരുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് എന്താണ്, പ്രോക്സിമേറ്റ് അനാലിസിസ് ആണ്. അതായത് ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉള്ള കോൾസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ എന്ത് 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ്, മോയ്സ്ചർ ലെവലും, അതുപോലെ തന്നെ വോളറ്റൈൽ മാറ്ററിന്റെ പെർസെന്റേജ്, ആഷിന്റെ പെർസെന്റേജ്, അതുപോലെ തന്നെ ഫിക്സഡ് കാർബൺ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ കോൾ അനാലിസിസിൽ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ആണ് എന്ത്, നോക്കിംഗ്. നോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഒരു നമ്മളൊരു എന്താണ്, ഒരു ഫ്യൂവലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇന്റേണൽ കമ്പഷൻ നടക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഹീറ്റ് ഒക്കെ നടക്കുമ്പോൾ ഒരു ചെറിയ ബേസ്റ്റിംഗ് സൗണ്ട്.
പൊട്ടിത്തെറിക്കുന്ന കുഞ്ഞു സൗണ്ട്, ആ സൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയാം, നോക്കിംഗ് എന്ന് പറയാം. ഇന്റേണൽ കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ സൗണ്ട്, മെറ്റാലിക് സൗണ്ട്, ഒരു ചെറിയ ബേസ്റ്റിംഗ് സൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയാം, നോക്കിംഗ്. ഇറ്റ്സ് എ ഷാർപ്പ് മെറ്റാലിക് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്റേണൽ കമ്പഷൻ. എപ്പോഴാണ് ഇന്റേണൽ കമ്പഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ആണ് എന്ത്, നമ്മുടെ നോക്കിംഗ്. ഡ്യൂ ടു ഇമ്മച്വർ ഇഗ്നിഷൻ ഓഫ് ഫ്യൂവൽ എയർ മിക്സ്ചർ. ഫ്യൂവൽ എയർ മിക്സ്ചറിൽ ഉണ്ടാവുന്ന ചെറിയ പ്രോബ്ലംസ് വഴിയാണ് എന്തുണ്ടാവുന്നത്, ഇന്റേണൽ കമ്പഷൻ ഉണ്ടാവുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന ചെറിയ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു മെറ്റാലിക് സൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയാം, നോക്കിംഗ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സി ചെയിൻ നമ്പർ. സി ചെയിൻ നമ്പർ എന്താണ്? സി ചെയിൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡീസലിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, സി ചെയിൻ നമ്പർ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്യൂവലിനെ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് ഡീസലിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സി ചെയിൻ നമ്പർ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് കമ്പഷൻ ക്വാളിറ്റി ഓഫ് ഡീസൽ ഡ്യൂറിങ് കംപ്രഷൻ ഇഗ്നിഷൻ. അതായത് നമ്മൾ അതിന് കമ്പഷൻ നടക്കുന്ന സമയത്ത് എന്തെയും ചെറിയ സ്പാർക്സ് ഒക്കെ വരാൻ തുടങ്ങും. ആ സ്പാർക്സ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്വാളിറ്റി ഓഫ് ഡീസലിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത്, സി ചെയിൻ നമ്പർ. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫ്യൂവൽസ് ഇഗ്നീഷൻ ഡിലേ. അതായത് ഇതിന് ഇഗ്നീഷൻ സ്പാർക്ക് വരാനുള്ള ഡിലേ ആണ് എന്ത്, ശരിക്കും സി ചെയിൻ നമ്പർ എന്ന് പറയുന്നത്. ദ ടൈം പീരീഡ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ. അതായത് നമ്മൾ ഇത് കമ്പഷൻ നടക്കുന്നതിന്റെയും അതേപോലെ നമ്മൾ ഫ്യൂവൽ ഒഴിക്കുന്നതിന്റെ ഇടയിലുള്ള ആ ഒരു ഡിലേ ടൈം ആണ് എന്ത്, സി ചെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഗിവ് ദ ഡീസൽസ് ഫ്യൂവൽ ക്വാളിറ്റി. ഒരു ഡീസലിന്റെ ഫ്യൂവൽ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, സി ചെയിൻ നമ്പറിനെ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇഗ്നീഷൻ ക്വാളിറ്റിന്റെ ഓർഡർ ആണിത്. ഫസ്റ്റ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഇഗ്നീഷൻ ആർക്കാണ്, ആൽക്കെയിൻസിനാണ്. പിന്നെ വരുന്നത് സൈക്ലോ പാരഫിൻസിനാണ് ഏറ്റവും എന്ത് ഇഗ്നീഷൻ ക്വാളിറ്റി കൂടുതലുള്ളത്. നെക്സ്റ്റ് ആൽക്കെയിൻസിനും അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ആൽക്കെയിൻസും, ലാസ്റ്റ് ആളാണ് അരോമാറ്റിക്സ്. ഇതൊരു ഓർഡർ ആണ് അതിന്റെ ഇഗ്നീഷൻ ക്വാളിറ്റി ഓർഡർ. അപ്പൊ നമ്മൾ എന്തിനാണ് സീരിയൽ നമ്പർ യൂസ് ചെയ്യുന്നത്, ഒരു ഡീസലിന്റെ ഫ്യൂവൽ ക്വാളിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സി ചെയിൻ നമ്പർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫ്യൂവൽസ് ഇഗ്നീഷൻ ഡിലേ. ഇതെന്താണ്, ശരിക്കും ഫ്യൂവലിന്റെ ഇഗ്നീഷൻ ഡിലേ ആണ് എന്ത്, നമ്മുടെ സി ചെയിൻ നമ്പർ എന്ന് പറയുന്നത്. ടൈം പീരീഡ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ. കമ്പഷന്റെയും ഇഞ്ചക്ഷന്റെ ഇടയിലുള്ള ഒരു ടൈം പീരീഡ് ആണ് എന്ത്, സി ചെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഇതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുക, ഡീസലിന്റെ ക്വാളിറ്റി, ഫ്യൂവൽ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, സി ചെയിൻ നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇഗ്നീഷൻ ക്വാളിറ്റി ഓർഡർ ആണ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഗ്നീഷൻ ക്വാളിറ്റി ഉള്ളത്, ആൽക്കെയിൻസിന്. പിന്നെ വരുന്നതാണ് സൈക്ലോ പാരഫിൻസ്, അത് കഴിഞ്ഞാൽ ആൽക്കെയിൻസ്, പിന്നെ ബ്രാഞ്ചഡ് ആൽക്കെയിൻസ്, ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഇഗ്നീഷൻ ഉള്ളത് ആർക്കാണ്, അരോമാറ്റിക് കോമ്പൗണ്ട്സിനാണ്. ഇതാണ് നമ്മുടെ സി ചെയിൻ നമ്പർ. അപ്പൊ സി ചെയിൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീസലിന്റെ ഫ്യൂവൽ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സി ചെയിൻ നമ്പർ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, സിഗ്നിഫിക്കൻസ് ഓഫ് സി ചെയിൻ നമ്പർ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഡിറ്റർമൈൻസ് ഈസ് ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് ഡീസൽ എൻജിൻസ്. അതുപോലെ തന്നെ എന്താണ്, ഹയർ സി ചെയിൻ നമ്പർ ഗീവ് സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് കമ്പഷൻ. എന്താണ്, സി ചെയിൻ നമ്പർ കൂടുമ്പോൾ എന്താണ്, കമ്പഷൻ എഫിഷ്യന്റ് ആവും, അതുപോലെ സ്മൂത്ത് ആവും. അതുപോലെ എന്താണ്, സിഗ്നിഫിക്കൻസ് സീരിയൽ നമ്പറിന്റെ കൂടുന്ന സമയത്ത് എന്തായിരിക്കും, എൻജിൻ നോക്കിങ് റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ നോയ്സും വൈബ്രേഷൻസിലും ഒക്കെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്, ഇംപ്രൂവ്സ് എൻജിൻ പെർഫോമൻസ് ആൻഡ് ഫ്യൂവൽ എഫിഷ്യൻസി. എന്താണ്, എൻജിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഫ്യൂവലിന്റെ എഫിഷ്യൻസും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ സി ചെയിൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എഫിഷ്യന്റ് ആയി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ സി ചെയിൻ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പം എന്താണ്, നമ്മുടെ ഈ ഒരു സി ചെയിൻ നമ്പറിന് എന്തുണ്ട്, ഒരു പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ്, ഡിഫൈൻ സി ചെയിൻ നമ്പർ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, എന്താണ് എന്താണ് സി ചെയിൻ നമ്പർ, അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്, എന്ത് സി ചെയിൻ നമ്പർ എന്താണ്, ഡീസലിന്റെ ഫ്യൂവൽ ക്വാളിറ്റി നോക്കാനുള്ളതാണ് എന്ത്, സി ചെയിൻ നമ്പർ. അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് ആണ് എന്ത്, അതുപോലെ തന്നെ അടുത്തതാണ് എന്ത്, ഒക്ടെയ്ൻ നമ്പർ. ഒക്ടെയ്ൻ നമ്പർ എന്തിനാണ്, ഒക്ടെയ്ൻ നമ്പർ റിഫ്ലെക്ട്സ് എ ഫ്യൂവൽസ് റെസിസ്റ്റന്റ് ടു നോക്കിംഗ്. അപ്പൊ നോക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്യൂവലിന്റെ കപ്പാസിറ്റി ആണ് എന്ത്, ഒക്ടെയ്ൻ നമ്പർ. ഇത് സാധാരണ എന്തിനാണ്, പെട്രോളിന്റെ ഇതിലാണ് ക്വാളിറ്റി പറയാനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യല്. എന്താണ്, സി ചെയിൻ നമ്പർ ആയപ്പോൾ നമ്മൾ ഡീസലിന്റെ ക്വാളിറ്റി പറഞ്ഞ പോലെ എന്ത്, ഒക്ടെയ്ൻ നമ്പർ ആയപ്പോൾ എന്താണ്, പെട്രോൾ പോലുള്ള ഫ്യൂവൽസിന്റെ ക്വാളിറ്റി പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഒക്ടെയ്ൻ നമ്പർ യൂസ് ചെയ്യാം. എന്താണ്, the octane range is a measure of resistance of petrol and other fuels to auto ignition. അതായത് ഓട്ടോ ഇഗ്നീഷൻ, അവരെന്ത് ചെയ്യും, ഇഗ്നീഷൻ ഉണ്ടാക്കും, അതുപോലെ സ്പാർക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ നോക്കിംഗ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഫ്യൂവൽസിന്റെ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത്, ഒക്ടെയ്ൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓർഡർ ആണ് ദ ടെൻഡൻസി ഓഫ് ഹൈഡ്രോ കാർബൺസ് ടു നോക്ക്. അതായത് അതിന് എന്ത് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള
അതിന്റെ ഓർഡർ ആണ്, അതായത് നമ്മുടെ ഹൈഡ്രോ കാർബൺസിന്റെ ഓർഡർ ആണ്. ദ ടെൻഡൻസി ഓഫ് ഹൈഡ്രോ കാർബൺസ് ടു പ്രൊഡ്യൂസ് നോക്ക്, അതിന്റെ ഓർഡർ ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ആരാണ്? സ്ട്രെയിറ്റ് ചെയിൻസ്. സ്ട്രെയിറ്റ് ചെയിൻസിൽ എന്തുണ്ടാവും? നന്നായിട്ട് നോക്കിംഗ് സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യും? നോക്കിംഗ് നന്നായിട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഒക്ടെയ്ൻ നമ്പർ കുറയും, ആ ഫ്യൂവലിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? കുറയും. അതാണ്. അപ്പം സ്ട്രെയിറ്റ് ചെയിൻ പാരഫിൻസിന്റെ എന്താണ്? ഫ്യൂവൽ ക്വാളിറ്റി കുറവായിരിക്കും. കാരണം എന്താണ്? അവർക്ക് എന്താണ്? അവർ നന്നായിട്ട് എന്തുണ്ട്? നോക്കിംഗ് നടക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രാഞ്ചഡ് ചെയിൻ പാരഫിൻസ്, പിന്നെ ഒലിഫീൻസും സൈക്ലോ പാരഫിൻസ്, അരോമാറ്റിക്സ്. ഇവർക്ക് എന്താണ്? ഏറ്റവും കുറവ് നോക്കിങ്ങുകളാണ് അരോമാറ്റിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫ്യൂവല്. ഇത് അതിന്റെ ഓർഡർ ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഹയർ ദ ഒക്ടെയ്ൻ നമ്പർ ഗ്രേറ്റർ ദ ആന്റി നോക്ക് പ്രോപ്പർട്ടി. ആന്റി നോക്ക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫ്യൂവൽ എന്തായിരിക്കും? അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതായത് ഒക്ടെയ്ൻ നമ്പർ കൂടുമ്പോൾ ആ ഫ്യൂവലിന്റെ ക്വാളിറ്റി കൂടും, അതായത് ആന്റി നോക്ക് പ്രോപ്പർട്ടി കൂടും. നോക്കിംഗ് പ്രോപ്പർട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ എന്താണ് ഒക്ടെയ്ൻ നമ്പർ എന്ന് പറഞ്ഞത്? റെസിസ്റ്റൻസ് ടു ദ നോക്കിംഗ്. നോക്കിങ്ങിനുള്ള റെസിസ്റ്റൻസ് ആണ് എന്ത്? ഒക്ടെയ്ൻ നമ്പർ അല്ലെ? അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഒക്ടെയ്ൻ നമ്പർ ആവുമ്പോൾ ഗ്രേറ്റർ ആന്റി നോക്ക് പ്രോപ്പർട്ടി ആയിരിക്കും വരിക അല്ലെ? ഗ്രേറ്റർ ഒക്ടെയ്ൻ നമ്പർ ആവുമ്പോൾ ഹയർ ദ ഒക്ടെയ്ൻ നമ്പർ ഗ്രേറ്റർ ദ ആന്റി നോക്ക് പ്രോപ്പർട്ടി ഓഫ് ദ ഫ്യൂവൽ, അതായത് ഫ്യൂവലിന്റെ ക്വാളിറ്റി അത്രയും കൂടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? അതിന്റെ സിഗ്നിഫിക്കൻസ്. ഒക്ടെയ്ൻ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ എന്ത് ചെയ്തു? സീറ്റൈൻ നമ്പറും അതിന്റെ സിഗ്നിഫിക്കൻസും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ഒക്ടെയ്ൻ നമ്പറും അതിന്റെ സിഗ്നിഫിക്കൻസും. ഒക്ടെയ്ൻ നമ്പറിന്റെ എന്താണ്? ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് പെട്രോൾ. പെട്രോളിന്റെ ക്വാളിറ്റി പറയാനാണ് നമ്മൾ എന്ത് സാധാരണയായിട്ട് യൂസ് ചെയ്യാം? ഒക്ടെയ്ൻ നമ്പർ. ഫോർ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ്. സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസിലുള്ള എന്ത്? എൻജിൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്പാർക്ക് വരും. അപ്പൊ ചെറിയ നോക്കിംഗ് സൗണ്ടും ചെറിയ സ്പാർക്ക് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് പ്രശ്നമാണല്ലോ. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യും എന്ത്? ക്വാളിറ്റി കുറവാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഒക്ടെയ്ൻ നമ്പർ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് പെട്രോൾ ഫോർ സ്പാർക്ക് ഇഗ്നീഷൻ ഓഫ് എൻജിൻസ്. നെക്സ്റ്റ് ആണ് ഹയർ ഒക്ടെയ്ൻ ഫ്യൂവൽ സ്മൂത്ത് എൻജിൻ ഓപ്പറേഷൻ. ഒക്ടെയ്ൻ നമ്പർ കൂടുമ്പോൾ എന്തായിരിക്കും? എൻജിൻസിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. പ്രിവെന്റ്സ് എൻജിൻ നോക്കിംഗ് ആൻഡ് ഡാമേജ്. അപ്പൊ എൻജിൻസിൽ വരുന്ന നോക്കിങ്ങും ഡാമേജിനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ആർക്ക് പറ്റും? അല്ലേ? എനാബിൾസ് ഹയർ കംപ്രഷൻ റേഷ്യോസ് ഇംപ്രൂവിംഗ് എനർജി എഫിഷ്യൻസി പെർഫോമൻസ്. ഹയർ കംപ്രഷൻ, അവരുടെ കംപ്രഷൻ റേറ്റ് ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? എൻജിന്റെ എഫിഷ്യൻസി നന്നായിട്ട് കൂടും. നമ്മൾ ഒക്ടെയ്ൻ നമ്പർ കൂടുമ്പോൾ എന്ത് ചെയ്യും? എൻജിന്റെ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ നോക്കിങ് കുറയും ചെയ്യും. അപ്പൊ ഒരു ഫ്യൂവൽസിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റൈൻ നമ്പറും ഒക്ടെയ്ൻ നമ്പറും ഒക്കെ പറഞ്ഞത്. സീറ്റൈൻ നമ്പർ എന്തായിരുന്നു? ഡീസലിന്റെ ക്വാളിറ്റി ഒക്കെ ആയിരുന്നു പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒക്ടെയ്ൻ നമ്പർ ആയപ്പോഴോ പെട്രോൾ പോലുള്ള ഫ്യൂവൽസിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ എന്ത് വെച്ച് പറഞ്ഞത്? ഒക്ടെയ്ൻ നമ്പർ വെച്ച് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ബയോഫ്യൂവൽസ്. അല്ല, ബയോഫ്യൂവൽസ് എല്ലാവർക്കും അറിയാം. ബയോ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ബയോളജിക്കൽ സോഴ്സസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ് എന്ത്? ബയോഫ്യൂവൽസ്. നമുക്കറിയാം ബയോഗ്യാസ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ എന്തുണ്ട്? ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മീഥേൻ ഗ്യാസ് അല്ലെ? ബയോഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിക്കുന്നുണ്ട്. അതന്നെ മീഥേൻ ഗ്യാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? ബയോഫ്യൂവൽസ്. അപ്പൊ ബയോഗ്യാസ് എന്താണ്? ബയോഫ്യൂവലിന്റെ എക്സാമ്പിൾ ആണ്. ബയോഫ്യൂവൽസ് ആർ ഫ്യൂവൽസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബയോളജിക്കൽ സോഴ്സ്. ഇത് ബയോളജിക്കൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത്? ബയോഫ്യൂവൽസ്. ദേ ആർ കൺസിഡേർഡ് ആസ് എ പ്രോമിസിംഗ് ഓൾട്ടർനേറ്റീവ് ടു പെട്രോളിയം. പെട്രോളിയത്തിനുള്ള ഒരു എന്താണ്? പ്രോമിസിംഗ് ഓൾട്ടർനേറ്റീവ് ആണ് ആര്? നമ്മുടെ ബയോഫ്യൂവൽസ്. കാരണം എന്താണ്? അവർക്ക് ബയോളജിക്കൽ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും പൊല്യൂഷൻ കുറവായിട്ടായിരിക്കും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ്. ബയോഫ്യൂവൽസ് പ്രൊഡക്ഷൻ ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ബയോമാസ് ആൻഡ് സൺലൈറ്റ്. അതായത് നമ്മുടെ ബയോമാസ് ഓർഗാനിക് വേസ്റ്റിനൊക്കെ എന്താക്കി മാറ്റാണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ട് മാറ്റുന്നതാണ് എന്ത്? ബയോഫ്യൂവൽസ് ഇവിടെ നടക്കുന്നത്. എന്താണ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫ്യൂവൽ ബയോടെക്നോളജി. എന്താണ് ഫ്യൂവൽ ബയോടെക്നോളജി? അതായത് നമ്മുടെ ഓർഗാനിക് വേസ്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ വേസ്റ്റും അതുപോലെ തന്നെ അത് സൺലൈറ്റിന്റെ പ്രസൻസിലൊക്കെ എന്ത് ചെയ്യാണ്? അതിന് യൂസ് ചെയ്യുന്ന എന്താണ്? എനർജി സോഴ്സ് ആയിട്ട് മാറ്റുക. അതിന് പറയുന്നതാണ് ഫ്യൂവൽ ബയോടെക്നോളജി. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ പോലെ ബയോഗ്യാസ്, ബയോഡീസൽ, ബയോ എത്തനോൾ, ബയോ ഹൈഡ്രോജൻസ്. ഇതൊക്കെ എന്താണ്? ബയോഫ്യൂവൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ബയോഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ സോഴ്സിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബയോഫ്യൂവൽസ്. ബയോഗ്യാസ് ഒക്കെ എന്താണ്? അതിന്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്താ നടക്കുന്നത്? ബയോളജിക്കൽ വേസ്റ്റുകൾ, അതായത് ബയോളജിക്കൽ പ്രൊഡക്ട്സിന് നമ്മൾ എന്താക്കി മാറ്റാണ്? അവരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ മാറ്റുന്നത്. നെക്സ്റ്റ് ഇവരുടെ പ്രത്യേകതകൾ എന്താണ്? ബയോളജിക്കൽ ഫ്യൂവൽസ് ആർ എന്താണ്? റിന്യൂവബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ലോ കോസ്റ്റ് അല്ലേ? റിന്യൂവബിൾ ആയിരിക്കും, നമുക്ക് അവരെ റിന്യൂ ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ് ബയോഫ്യൂവൽസ്. അതുപോലെ തന്നെ ദേ ആർ
ഈസിലി അവൈലബിൾ ബയോമാസ്, അതായത് നമുക്കറിയാം നമ്മുടെ ഫുഡ് വേസ്റ്റ് എന്നൊക്കെ നമ്മൾ എന്തുണ്ടാക്കുന്നത്, ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് അത് ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ബയോഫ്യൂൽസ്. ദെയർ യൂസ് ഡസ് നോട്ട് ഇൻക്രീസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ. അതെ, നമുക്കറിയാം ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ എന്തില്ല, അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ അത്രത്തോളം ഉയരൂല നമ്മൾ ബയോഫ്യൂൽസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. എന്താ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ബയോഫ്യൂൽസ്. ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ഹാർംഫുൾ പൊല്യൂഷൻസ് ലൈക്ക് സൾഫർ ഡൈ ഓക്സൈഡ്. അവരെന്തില്ല, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബയോഫ്യൂൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലോ കോസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ ഹെൽപ്പിംഗ് ഇൻ എൻവയോൺമെന്റൽ ക്ലീൻ അപ്പ്. നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ ബയോഫ്യൂൽസ്. കാരണം ചീപ്പ് ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് എന്ത്, ബയോഫ്യൂൽസ്. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ആണ് ബയോഫ്യൂൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ ബയോഡീസൽ. ഓക്കെ, ബയോഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നോൺ പെട്രോളിയം ഫ്യൂവൽ മെയ്ഡ് അപ്പ് ഓഫ് ഷോർട്ട് ചെയിൻ ആൽക്കൈൽ എസ്റ്റർ. ഷോർട്ട് ചെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ്, അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, അതേപോലെ റേപ്പ് സീഡ് ഓയിൽ, അങ്ങനത്തെ നിന്നൊക്കെ നമ്മൾ എന്ത്, ഫ്യൂവൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ത്, ബയോഡീസൽ. നോൺ പെട്രോളിയം ഫ്യൂവൽ ആണ് ബയോഡീസൽ. നമ്മൾ എന്താണ്, നമ്മൾ സീഡ്സ് എന്നും അതേപോലെ വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂവൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബയോഡീസലിന്റെ പ്രൊഡക്ഷനിൽ. ഓക്കെ, ഇറ്റ്സ് എ ഡീസൽ ലൈക്ക് ലിക്വിഡ്. ഒരു ഡീസൽ ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ അതേപോലത്തെ ഒരു ലിക്വിഡ് ആണ് എന്ത്, ബയോഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബയോഡീസലിന്റെ ഏകദേശം ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒന്നാണ് എന്ത്, ബയോഡീസൽ. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, വെജിറ്റബിൾ ഓയിൽ നിന്നും അതേപോലെ സീഡ് ഓയിൽ നിന്നൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് സച്ച് ആസ് ഓയിൽസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആൽഗെ, അതുപോലെ തന്നെ ആൽഗെ, പ്ലാന്റ്സ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് എടുക്കുന്നത്, നമ്മുടെ ഓയിൽസ് നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബയോഡീസൽ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ്, ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സ് ഓഫ് വെജിറ്റബിൾ ഓയിൽസ് ഹാവ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ഡീസൽ. അല്ലെ, നമ്മൾ പറഞ്ഞു വെജിറ്റബിൾ ഓയിൽസിന്റെ എന്തുണ്ട്, അവരുടെ ഈ ഫാറ്റി ആസിഡ്, ഈ പറഞ്ഞ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡീസലിന്റെ അതേപോലത്തെ സ്ട്രക്ചറും ഫങ്ഷൻസും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്, ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സ്. അതെന്തുണ്ട്, നമ്മുടെ വെജിറ്റബിൾ ഓയിൽസിലും അങ്ങനെയുള്ള ഓയിൽസിലും പ്ലാന്റ്സിന്റെ ആൽഗീൽസിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡീസൽ പോലുള്ള ഒരു ഫ്യൂവൽ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ബയോഡീസൽ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ. എങ്ങനെയാണ് ബയോഡീസൽ നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. എങ്ങനെയാണ്, നമ്മുടെ വെജിറ്റബിൾ ഓയിലിന് നമ്മൾ എന്തെടുത്തു, വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ എന്ത്, ഇൻ ദ പ്രസൻസ് ഓഫ് മെഥനോളിന്റെ പ്രസൻസിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ, എത്ര ഡിഗ്രി, 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഹീറ്റ് ചെയ്തു. 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. എന്ത്, ഇൻ ദ പ്രസൻസ് ഓഫ് മെഥനോളിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് NaOH, നമ്മൾ NaOH എന്താണ് മെഥനോളിന്റെ ഒക്കെ പ്രസൻസിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഗ്ലിസറോളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ. നമ്മൾ പറഞ്ഞു ഇവിടെ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ആണ് ആര്, ബയോഡീസൽ. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടി, ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ. അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബയോഡീസൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എന്താണ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 50 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ബയോഡീസൽ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വെജിറ്റബിൾ ഓയിൽ വിത്ത് മെഥനോൾ. മെഥനോളിന്റെ എന്താണ്, മെഥനോളും വെജിറ്റബിൾ ഓയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. എങ്ങനെ, ഇൻ ദ പ്രസൻസ് ഓഫ് NaOH ഇതിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ മെഥനോളിനെയും NaOHന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കിട്ടും, ഗ്ലിസറോളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ. ഈ പറയുന്ന ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ആണ് എന്ത്, നമ്മുടെ ബയോഡീസൽ. The glycerol is allowed to settle and fatty acid methyl ester is purified and used. Okay, നമ്മൾ എന്ത് ചെയ്യും, ഗ്ലിസറോളിനെ നമ്മൾ ഒഴിവാക്കി വെച്ച് നമ്മുടെ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ നമ്മൾ എന്താക്കി യൂസ് ചെയ്യും, ബയോ ഡീസൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഈ യൂസ്ഡ് ആസ് ബയോഡീസൽ. നമ്മൾ ബയോഡീസൽ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇതിനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഡ്യൂറിങ് ബയോഡീസൽ ക്യാൻ ബി കോസസ് സോപ്പ് ഫോർമേഷൻ. അതായത് നമ്മുടെ എന്താണ് ബയോഡീസൽ പ്രൊഡക്ഷന്റെ സമയത്ത് നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, സോപ്പായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്താണ്, ഡ്രൈ കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ ബയോഡീസലിനെ പ്രിപ്പയർ ചെയ്യല്. എന്താണ്, മോയ്സ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫോം തന്നെ മാറി അത് സോപ്പായിട്ട് മാറും. അതുകൊണ്ട് ബയോഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ആണ് എന്ത്,
ബയോഡീസൽ. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? റേപ്പ് സീഡ് എടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ റേപ്പ് സീഡ് എന്തെങ്കിലും എടുത്തു. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ റേപ്പ് സീഡ് ഓയിൽ എടുത്തു. അപ്പൊ ഈ റേപ്പ് സീഡ് ഓയിലിന് എന്ത് ചെയ്തു? മെഥനോളിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്തു. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫാറ്റി ആസിഡ് അല്ലേ? അതല്ലേ നമ്മളെ ബയോഡീസൽ. ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ കിട്ടും. ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ പ്ലസ് എന്ത് കിട്ടും? ഗ്ലിസറോളും കിട്ടും. ഇതാണ് നമ്മുടെ ബൈ പ്രൊഡക്റ്റ്. ഈ പറയുന്ന ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ആണ് എന്ത്? നമ്മുടെ ബയോഡീസൽ. ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ആണ് എന്ത്? നമ്മുടെ ബയോഡീസൽ. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് നിന്നും മെഥനോളിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്? വെജിറ്റബിൾ ഓയിലിനെ ഹീറ്റ് ചെയ്യും. NaOH യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്ററും ഗ്ലിസറോളും കിട്ടും. അതിന് ആ ഗ്ലിസറോളിനെ ഒഴിവാക്കിയിട്ട് ഫാറ്റി ആസിഡിനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബയോഡീസൽ കിട്ടും. നാച്ചുറലി ഫാറ്റി ആസിഡ്സ് എന്തായിരിക്കും? സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്സ് ആയിരിക്കും. നാച്ചുറൽ ഫാറ്റി ആസിഡ്സ് എന്തായിരിക്കും? സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്സ്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എന്താണ്? ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ഒരു സ്ട്രേറ്റ് ചെയിൻ കാർബൺ എന്താണ്? സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ് എന്ത്? നമ്മുടെ നാച്ചുറൽ ഫാറ്റി ആസിഡ്സ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഹാവ് നോ ഡബിൾ ബോണ്ട്. ഇനി അത് സാച്ചുറേറ്റഡ് ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ലോറിക്, മെസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിറിക് ആസിഡ്സ് പോലുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താണ്? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. അവർക്ക് എന്തുണ്ടാവില്ല? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ നാച്ചുറലിനോ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് അവർക്ക് ഉണ്ടാവുക. അൺസാച്ചുറേറ്റഡ് ആകുമ്പോഴോ ഹാവ് 1 or more ഡബിൾ ബോണ്ട്സ്. 1 or 2 ഡബിൾ ബോണ്ട്സ് ഉണ്ടായിരിക്കും ആർക്ക്? അൺസാച്ചുറേറ്റഡ്. ഇതൊക്കെ ഇതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെ അതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. എന്താണ്? ഓൾ ഡബിൾ ബോണ്ട്സ് ആർ ഇൻ നാച്ചുറലി ഫാറ്റി ആസിഡ്സ് ആർ ഇൻ സിസ് കോൺഫിഗറേഷൻ എഫക്റ്റിംഗ് ദെയർ പ്രോപ്പർട്ടീസ്. എന്താണ്? നാച്ചുറൽ എന്താണ്? ഫാറ്റി ആസിഡ്സ് ഒരുപാട് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ആ ഡബിൾ ബോണ്ട്സ് ഒക്കെ എന്താണ്? അതിന് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്? ഫാറ്റി ആസിഡ്സിൽ ഡബിൾ ബോണ്ട്സ് കൂടുന്തോറും എന്ത് ചെയ്യും? നമ്മുടെ ആ ബയോഡീസലിന്റെ പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ഈ സ്ട്രക്ചർ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. എന്താണ്? സ്ട്രക്ചറിൽ വരുന്ന ഓരോ മാറ്റങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസിലും ഒരുപാട് മാറ്റങ്ങൾ വരും. ഇതാണ് ബയോഡീസൽ. ബയോഡീസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ extracted from rapeseed or vegetable oils in the presence of methanol and NaOH in 50 degrees Celsius. നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ മെഥനോളിനും എന്താണ് റേപ്പ് സീഡ് ഓയിലിനും അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിനും ഹീറ്റ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ. അതിനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബയോഡീസൽ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്? ബയോഡീസലിന്റെ പ്രൊഡക്ഷൻ. ബയോഡീസലിന്റെ പ്രൊഡക്ഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ളത്. ഇനി എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്? എന്താണ് ബയോഡീസൽ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? എന്താണ്? ഇറ്റ്സ് 98% ബയോഡിഗ്രേഡബിൾ. എന്താണ്? അത്രയും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബയോഡീസൽ. അതുകൊണ്ട് തന്നെ അത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കും. നോൺ ടോക്സിക്. എന്താണ്? ഇവിടെ കെമിക്കൽസ് ഒന്നും വരുന്നില്ല. നമ്മൾ വെജിറ്റബിൾ ഓയിൽ നിന്നാണ് നമ്മൾ അതിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല? കെമിക്കൽ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ ടോക്സിക് ആണ്. റോ മെറ്റീരിയൽസ് ആർ റിന്യൂവബിൾ. റോ മെറ്റീരിയൽസ് നമുക്ക് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. എനർജി ഈൽഡ് ഈസ് ഹൈ ഈൽഡ് ഓഫ് എനർജിയാണ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബയോഡീസൽ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. എന്താ വന്നിട്ടുള്ളത്? ഹൗ ഈസ് ബയോഡീസൽ പ്രൊഡ്യൂസ്ഡ്? മെൻഷൻ 2 അഡ്വാൻറ്റേജസ്. നമ്മൾ ബയോഡീസലിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? റേപ്പ് സീഡും അതുപോലെ തന്നെ എന്താണ്? മെഥനോളിന് നമ്മൾ എന്ത് ചെയ്തു? 50 ഡിഗ്രി സെൽഷ്യസിൽ NaOHന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ പ്ലസ് എന്ത് കിട്ടി? ഗ്ലിസറോൾ കിട്ടി. ഇതാണ് എന്ത്? നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെ? വെജിറ്റബിൾ ഓയിലിനെയും അതുപോലെ തന്നെ നമ്മുടെ മെഥനോളിനെയും NaOHന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? നമ്മുടെ ബയോഡീസൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ഫോം ചെയ്യും. ഓക്കെ, മെൻഷൻ 2 അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് നമ്മളിവിടെ പറഞ്ഞു. എന്താണ്? അത്രയും ബയോഡിഗ്രേഡബിൾ ആണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്, എനർജി ഈൽഡ് ഈസ് വെരി ഹൈ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഗ്രീൻ ഹൈഡ്രജൻ. എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ? ഇറ്റ് ഈസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. അതായത് നമ്മൾ വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈഡ്രജൻ എന്താണ്? ഇറ്റ് ഈസ് ഗ്രീൻ ഹൈഡ്രജൻ. എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞത്?
അത്രയും എന്താണ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ഒന്നാണ് എന്ത് ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? നമ്മൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തും. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ എന്തായി മാറും? ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറും. ഈ കാണുന്ന ഹൈഡ്രജൻ ആണ് എന്ത് ആയിട്ട് മാറുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ വിളിക്കുന്നത്. അതായത് നമ്മൾ വാട്ടറിന് എന്ത് ചെയ്തു? ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ഓക്സിജനും വന്നു. ഈ കാഥോഡിൽ വന്ന ഹൈഡ്രജനെ നമ്മൾ എന്ത് വിളിക്കാം? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കാം. അതിന് നമുക്ക് എന്താക്കി യൂസ് ചെയ്യാൻ പറ്റും? ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് നമ്മൾ സോളാർ എനർജീസിലും തെർമൽ എനർജീസിലൊക്കെ നമ്മൾ എന്തുണ്ട്? ഈ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇതെന്താ? ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്തല്ല ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡക്ഷൻ അല്ല. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഓസോൺ ലെയറിനൊക്കെ പ്രശ്നം വരും അല്ലെ. ഗ്രീൻ ഹൗസ് ഹൈഡ്രജൻ ഒക്കെ അത്യാവശ്യം എന്താണ് ഹാർംഫുൾ ആണ്. പക്ഷെ ഇത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇലക്ട്രോലൈസേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് അത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൈഡ്രജൻ ആണ് നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് വിത്തൗട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എന്തല്ല? ഗ്രീൻ ഹൗസ് ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയത് അല്ല ആര്? നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ ഹൈഡ്രജൻ. അത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ളതാണ് ആര്? നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആൻഡ് സീറോ എമിഷൻ. ഇതിന് എന്തില്ല? വേറെ എമിഷൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ. ഇതെന്തെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സസ്റ്റൈനബിൾ എനർജി സോഴ്സ് തന്നെയാണ് ആര്? സസ്റ്റൈനബിൾ ഹൈഡ്രജൻ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ. അപ്പൊ ഇതെന്താണ്? ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ത്? നമ്മുടെ ഗ്രീൻ ഹൈഡ്രജൻ. ഇതിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. പ്രൊഡക്ഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്? മെയിൻ ആയിട്ട് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ അല്ലെ. വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇലക്ട്രോലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രോലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ കാഥോഡും ആനോഡും ഉണ്ടാവും. ഇത് എന്ത് ചെയ്യും? കാഥോഡിൽ നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആനോഡിൽ ആര് വരും? ഓക്സിജനും വരും. വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? H2O ആണ്. H2O നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? O2 ആയിട്ടും H2 ആയിട്ടും മാറും. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ആനോഡിക്കും ഹൈഡ്രജൻ എവിടേക്ക് പോകും? കാഥോഡിലോട്ടും പോകും. ഈ കാഥോഡിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയാം. ഇതെന്താണ്? ഒരു സസ്റ്റൈനബിൾ ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. കണ്ടാം, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്താണ്? സോളാർ എനർജി, തെർമൽ എനർജി പോലുള്ള റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്ത്? ഗ്രീൻ ഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു സസ്റ്റൈനബിൾ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. നമ്മൾ എന്താണ്? ഒരു വാട്ടർ ഇലക്ട്രോലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വാട്ടർ ഇലക്ട്രോലൈസർ ഉണ്ടായില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും, 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആരാണ്? വാട്ടർ ആണ് വരുന്നത് അല്ലെ. വാട്ടറിൽ നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് ആരാണ്? വാട്ടർ ആണ് അല്ലെ. ഇലക്ട്രോലൈറ്റ് ആരാണ്? വാട്ടർ ആണ്. നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ എന്താണ് സോളാർ എനർജി ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ വാട്ടർ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയി. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് എന്തായി മാറി? ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറി. ഓക്സിജൻ എവിടേക്ക് പോയി? ആനോഡിലേക്കും പോയി. ഹൈഡ്രജനോ കാഥോഡിലോട്ടും പോയി. ഈ കാഥോഡിലുള്ള ഹൈഡ്രജനാണ് നമ്മൾ എന്താക്കി യൂസ് ചെയ്യുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ്. കാഥോഡിലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാഥോഡിൽ. ഓക്സിജനോ ആനോഡിലും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് 3 ഇലക്ട്രോലൈസേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഒരു ഇലക്ട്രോലൈസേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഇലക്ട്രോലിസിസ് നടക്കുന്നത് അല്ലെ. വാട്ടറിന്റെ ഇലക്ട്രോലിസിസ് നടത്തുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് ഇലക്ട്രോലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇലക്ട്രോലൈസർ വേണം. ഓക്കെ, മെയിൻലി നമ്മൾ 3 ഇലക്ട്രോലൈസേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് എന്താണ്? ആൽക്കലൈൻ വാട്ടർ ഇലക്ട്രോലൈസർ. രണ്ടാമത്തേതോ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇലക്ട്രോലൈസർ. മൂന്നാമത്തേതോ സോളിഡ് ഓക്സൈഡ് വാട്ടർ ഇലക്ട്രോലൈസർ. ഇങ്ങനെ 3 നമ്മൾ മെയിൻ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തേതാണ് ആൽക്കലൈൻ വാട്ടർ ഇലക്ട്രോലൈസർ. ഇവിടെ എന്താണ്? ആൽക്കലൈൻ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ഇലക്ട്രോലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ KOH, NOH പോലുള്ള ആൽക്കലൈൻ സൊല്യൂഷൻസിന് നമ്മൾ എന്താക്കി യൂസ് ചെയ്യാണ്? ഇലക്ട്രോലൈസർ ആയിട്ട് യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ആൽക്കലൈൻ വാട്ടർ ഇലക്ട്രോലൈസർ. രണ്ടാമത്തേത് എന്താണ്? പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇലക്ട്രോലൈസർ. അപ്പൊ നമ്മൾ ഇവിടെ എന്താവും യൂസ് ചെയ്യുന്നുണ്ടാവുക? ഒരു പോളിമർ മെംബ്രെയിൻ. ഇവിടെ നമ്മളൊരു സോളിഡ് പോളിമർ മെംബ്രെയിൻ എന്ത് യൂസ് ചെയ്യുന്നത്?
ഇലക്ട്രോലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ടു കണ്ടക്ട് പ്രോട്ടോൺസിനെ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പോളിമർ മെംബ്രെയിൻ, സോളിഡ് പോളിമർ മെംബ്രെയിൻ നമ്മളിവിടെ ഇലക്ട്രോലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് പ്രോട്ടോൺ എക്സ്ചേഞ്ച് പോളിമർ ഇലക്ട്രോലൈസർ, പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇലക്ട്രോലൈസർ. നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? പോളിമർ, സോളിഡ് പോളിമർ മെംബ്രെയിനെയാണ് നമ്മളിവിടെ ഇലക്ട്രോലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സോളിഡ് ഓക്സൈഡ് വാട്ടർ ഇലക്ട്രോലൈസർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം? സോളിഡ് ഓക്സൈഡ് അല്ലെങ്കിൽ സെറാമിക് ഇലക്ട്രോലൈറ്റ് ആണ് ഇവിടെ ഇലക്ട്രോലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 3 മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈസർ. നമുക്ക് എന്താണ്? ആൽക്കലൈൻ വാട്ടർ ഇലക്ട്രോലൈസർ. ഇവിടെ എന്താണ്? ആൽക്കലൈൻസ് ആയിട്ടുള്ള KOH NaH സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഇലക്ട്രോലൈസറിൽ സോളിഡ് പോളിമർ മെംബ്രെയിൻ ആയിരുന്നു എടുത്തത്. നെക്സ്റ്റ് സോളിഡ് ഓക്സൈഡ് വാട്ടർ ആവുമ്പോൾ എന്താണ്? സോളിഡ് ഓക്സൈഡ്സും അതുപോലെ തന്നെ സെറാമിക് ഇലക്ട്രോലൈറ്റ്സും ആണ് വന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് നമ്മളിവിടെ ഇലക്ട്രോലിസിസ്, വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ഹൈഡ്രോ പവർ ആർ യൂസ്ഡ് ആസ് റിന്യൂവബിൾ സോഴ്സ് അല്ലെ. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മളിവിടെ ഗ്രീൻ ഹൈഡ്രജന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ കണ്ടില്ലേ? സോളാർ എനർജി, വിൻഡ് എനർജി പോലുള്ള റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിന് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിലുള്ള വാട്ടർ എന്താവും? സ്പ്ലിറ്റ് ആയിട്ട് മാറും. സ്പ്ലിറ്റ് ആയിട്ട് എന്തായി? ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറും. ഓക്സിജൻ എവിടേക്ക് പോയി? ആനോഡിലേക്ക് പോയി. ഹൈഡ്രജനോ കാഥോഡിലോട്ടും പോയി. ഓക്കെ, ഈ ഹൈഡ്രജൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടുന്ന് എടുക്കും. ഈ ഹൈഡ്രജൻ നമ്മൾ എന്ത് പറയും? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയും. ഇതിനെന്തുണ്ട്? നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലിസിസ് യൂസിങ് റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാർ ഇലക്ട്രിസിറ്റി ഓർ ബൈ ഫോട്ടോലിസിസ് ഓർ വാട്ടർ. സോളാർ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻ ഹൈഡ്രജനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സോളാർ എനർജി പോലെ തന്നെ സോളാർ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിന്യൂവബിൾ എനർജി യൂസ് ആയിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജനെ ഉണ്ടാക്കാൻ പറ്റും. ഈ വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്യാൻ സാധിക്കും. സിൻസ് റിന്യൂവബിൾ എനർജി ഈസ് യൂസ്ഡ്, ഗ്രീൻ ഹൈഡ്രജൻ ഈ പ്രൊഡക്ഷൻ ഈസ് കാർബൺ ഫ്രീ. നമ്മളിവിടെ എന്താണ്? കാർബൺ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രീൻ ഹൈഡ്രജന്റെ മെത്തേഡ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, എക്സ്റ്റേണൽ സോഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? കെമിക്കൽ മെത്തേഡ്സോ കെമിക്കൽ ഇലക്ട്രോലിസിസോ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സോ ഒന്നും നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള വിൻഡ് എനർജി, തെർമൽ എനർജി, സോളാർ എനർജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വാട്ടറിൽ നമ്മൾ ഇലക്ട്രോലിസിസ് നടക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? കാർബൺ ഫ്രീ മെത്തേഡാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഗ്രീൻ ഹൈഡ്രജനെ നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് എന്താണ്? കാർബൺ ഫ്രീ മെത്തേഡാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എന്താവും? ഇതിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്താണ്? യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ എ സസ്റ്റൈനബിൾ വേ. സസ്റ്റൈനബിൾ വേയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രീൻ ഹൈഡ്രജന് ഫ്യൂവൽ സെൽസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അമോണിയ ഇൻ ആൻ ഇക്കോ ഫ്രണ്ട്ലി വേ. ഇക്കോ ഫ്രണ്ട്ലി വേയിൽ നമുക്ക് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രീൻ ഹൈഡ്രജനെ യൂസ് ചെയ്യാം. യൂസ്ഡ് ഇൻ ഹൈഡ്രജൻ കോമ്പാറ്റിബിൾ ബോയിലേഴ്സ്. അതായത് വലിയ ബോയിലേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ വാട്ടറിനൊക്കെ സ്റ്റീം ചെയ്യുന്ന ബോയിലേഴ്സിൽ എന്തുണ്ട്? ഹൈഡ്രജൻ കോമ്പാറ്റിബിൾ ബോയിലേഴ്സിൽ നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? സസ്റ്റൈനബിൾ വേ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് മാറും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ആൻ ഓവർവ്യൂ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ. അപ്പൊ നമ്മൾ എഴുതുന്നത് ആദ്യം എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയണം. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സസ്റ്റൈനബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് അല്ലെ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ഗ്രീൻ ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയണം. ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാവുന്നത്. യൂസിങ് റിന്യൂവബിൾ എനർജി. നമ്മളിവിടെ എന്താണ്? റിന്യൂവബിൾ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 പോയിന്റ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷനെ പറ്റി പറയണം. ഇലക്ട്രോലിസിസ് ചെയ്തിട്ട് എന്തായിരിക്കും? അത് വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഓക്സിജനും ഹൈഡ്രജനും ആയിട്ട് മാറും. ആ ഹൈഡ്രജനാണ് എന്തായിട്ട് മാറുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻസിനൊക്കെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതായിട്ട് ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിലും 1-2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് കുറച്ച് 4-5 പോയിന്റ്സ് മാത്രം എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ, നമ്മുടെ മൊഡ്യൂൾ ഫസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഫ്യൂവൽസിനെ പറ്റി പറഞ്ഞു.
പിന്നെ ബോംബ് കലോറിമീറ്ററിന്റെ ഡിറ്റർമിനേഷനും കാൽക്കുലേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ സീറ്റൈൻ നമ്പർ, ഒക്ടൈൻ നമ്പർ, പിന്നെ അനാലിസിസ് ഓഫ് കോൾസ് അല്ലെ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റ് ബയോഡീസൽ, ബയോഫ്യൂവൽ, അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ. ഇത്രയാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സെക്കൻഡ് പാർട്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിമെന്റ് പോലുള്ള മാനുഫാക്ചറിങ് മെറ്റീരിയൽസിലോട്ട് പോകും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇത്രയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.